വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നമ്മുടെ 2 മണിയുടെ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. വിഷയം ഇതിഹാസങ്ങൾ, പാഠങ്ങളും വായനകളും. ഇതിഹാസങ്ങൾ പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെ, ആ പാഠങ്ങളെ അടിസ്ഥാനമാക്കി ഇതിഹാസങ്ങളുടെ വായനയും അതിൻ്റെ സ്വാധീനവും എങ്ങനെയാണ് വിപുലമാകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ നടക്കേണ്ടുന്ന ചർച്ചകൾ. പാഠങ്ങൾ താനേ ഉണ്ടാവുകയാണോ, അതല്ല വായനയിലൂടെ പുതിയ പാഠങ്ങൾ ഉണ്ടാവുകയാണോ എന്നൊക്കെയുള്ള സംശയം നമുക്ക് ഉണ്ടാകാം. അത്തരം കാര്യങ്ങളെപ്പറ്റി ഈ വേദിയിലുള്ള പണ്ഡിതന്മാരായ സുഹൃത്തുക്കൾ ആധികാരികമായി സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യമായി മൈക്ക് ശ്രീ EP രാജഗോപാലിന് കൈമാറുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇതിഹാസങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ പൊതുവെ പറയാറുള്ള ഒരു നിർവചനം എല്ലാവർക്കും അറിയുന്നതാണ്. സന്ദർഭത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ആവർത്തിക്കാം. പുരാതനമായ കഥകളെ കാവ്യരൂപത്തിൽ നിബന്ധിച്ചിട്ടുള്ള കൃതി, ഇതാണ് ഇതിഹാസം എന്ന് ചെറിയ നിലവാരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇന്ത്യൻ ഇതിഹാസങ്ങൾ നമ്മൾ പൊതുവെ പറയാറുള്ളത് എല്ലാവർക്കും സമ്മതമുള്ളതുപോലെ മഹാഭാരതം, രാമായണം എന്നിവയാണ്. ഇതിഹാസങ്ങൾക്ക് 2 തരം ജീവിതങ്ങൾ ഉണ്ട്. ഒന്ന് എഴുതപ്പെട്ട പാഠം എന്നുള്ള നിലക്കുള്ള ജീവിതം, ലൈബ്രറി ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, പുസ്തകം എന്നുള്ള നിലക്കുള്ള ജീവിതം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും രാമായണമോ മഹാഭാരതമോ കമ്പോട് കമ്പോ വായിച്ചവരായിക്കൊള്ളുന്നില്ല. പക്ഷെ രാമായണം എന്താണ് എന്ന്, മഹാഭാരതം എത്ര വലുതാണ് എന്ന്, അതിലെ ഒരുപാട് സംഘർഷങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന്, അതിൻ്റെ പര്യവസാനം എന്താണ് എന്ന് നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം. അതിൻ്റെ അർത്ഥം ഇതിഹാസങ്ങൾക്ക് പുസ്തകം എന്നുള്ള നിലക്കുള്ള ജീവിതം മാത്രമല്ല, സാംസ്കാരികമായിട്ടുള്ള ജീവിതം കൂടി ഉണ്ട്. ഒരു ഫോക്ക് ജീവിതം എന്നൊരു പ്രത്യേക അർത്ഥത്തിൽ പറയാം. ഇത് പുസ്തകം വായിക്കുന്നവർ മാത്രമല്ല ഇത് അറിയുന്നവർ. മഹാഭാരതം എന്നുള്ള വാക്ക് അങ്ങനെ ഒരു അർത്ഥത്തിൽ ഇന്ത്യയിൽ പുറത്തുണ്ട്, എല്ലാവർക്കും അറിയുന്ന, അതിൽ മതവും ജാതിയും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അടിസ്ഥാന ഭീമൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാം, ഘടോൽക്കൻ എന്ന് പറഞ്ഞാൽ അറിയാം, ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഉത്തര എന്ന് പറഞ്ഞാൽ അറിയാം. അങ്ങനെ ആളുകൾക്കിടയിലുള്ളൊരു ജീവിതം കൂടി തീർച്ചയായും ഇതിഹാസങ്ങൾക്ക് ഉണ്ട്. ഈ എപ്പിക്കുകളൊക്കെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളൊക്കെ അടിസ്ഥാനപരമായി ഇപ്പോൾ അസീസിനെ പോലുള്ള ആളുകൾ അതിനെക്കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നു. വാചിക പാരമ്പര്യത്തിലൂടെ ഉണ്ടായതും വളർന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നാടോടിയായിട്ടുള്ള കഥകൾ, വീണ്ടും കഥകൾക്ക് മുകളിൽ കഥകളുടെ പാരസ്പര്യം, ഇങ്ങനെ വാചിക പാരമ്പര്യത്തിൽ നിന്ന് വളർന്നതാണ് ഇതിഹാസം എന്ന് ഓർമ്മിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ഏകാന്തമായി ഇരുന്ന് സൃഷ്ടിച്ച ഒന്നല്ല, ഒരു മുറിയിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ വാസസ്ഥലത്ത് നിന്ന് സൃഷ്ടിച്ച ഒന്നല്ല ഇതിഹാസം. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഭൂപടം പോലെ എന്തോ ഒന്ന് ഇതിഹാസങ്ങളിലടങ്ങി, ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ സാന്നിധ്യങ്ങൾ, സാംസ്കാരികമായ സൂചകങ്ങളൊക്കെ അടങ്ങിയ ഒരു സമാന്തര ഇന്ത്യൻ ചരിത്രം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു വശം കൂടി ഇതിഹാസങ്ങൾക്കുണ്ട് എന്ന് ഏതാണ്ട് ഇന്ന് സമ്മതമായി തീർന്ന കാര്യമാണ്. അതുപോലെ സാംസ്കാരിക ജീവൻ എന്ന് പറഞ്ഞ പോലെ ഈ രാമായണം, മഹാഭാരതം ഇവയുമായി ബന്ധപ്പെട്ട് പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ യോഗം ചേരുന്നത്. പല സ്ഥാപനങ്ങളുമുണ്ട്, വിശ്വാസങ്ങളുണ്ട്, രീതികളുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ചർച്ചയുടെ പരിഗണനയ്ക്ക് വരണം. അത് മുഴുവൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റണമെന്നില്ല, പരിഗണനയ്ക്ക് വരണം. അപ്പോൾ ഇതിഹാസങ്ങൾ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ രാമായണം മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏതാനും പുസ്തകങ്ങൾ മാത്രമല്ല ഓർക്കേണ്ടത്, അത് ജീവിതവുമായി ചേർന്ന്, അത് വിശ്വാസികളും അല്ലാത്തവരും, മതവിശ്വാസമില്ലാത്തവരും, പാണ്ഡിത്യമുള്ളവരും പാണ്ഡിത്യം ഇല്ലാത്തവരും, മുതിർന്നവരും കുട്ടികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം ഈ ഇതിഹാസങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രാമായണം, മഹാഭാരതം തുടങ്ങിയവ ഈ പറഞ്ഞ പോലെ ഒരു അച്ചടി പാഠം മാത്രമല്ല, അത് ലൈബ്രറി ലൈഫ് മാത്രമല്ല, യഥാർത്ഥമായ ജനങ്ങളുടെ ഇടയിലുള്ള ജീവിതം കൂടി ഉണ്ട് എന്ന് ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിഹാസം വലിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിലൊരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും. അതാണ് എൻ്റെ ഭംഗി.
ഒരു സിനിമാ പാട്ട് പോലെ ലിറിക്കൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് പോലെയല്ല ഒരു വലിയ ടെക്സ്റ്റ്. അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് വാസ്തവത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെട്ട ഒരു സിംഫണി അല്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെട്ട ഒന്നല്ല. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു നഗരം, ഇപ്പോൾ അൺപ്ലാൻഡ് മെഗാ സ്പേസ് എന്ന് ന്യൂയോർക്കിനെ കുറിച്ച് പണ്ട് ഒരാൾ പറയുന്നു. ന്യൂയോർക്ക് തൃശ്ശൂർ പോലെയല്ല. തൃശ്ശൂർ നഗരത്തിന് പ്ലാനിങ് ഉണ്ട്. തൃശ്ശൂർ നഗരത്തിൻ്റെ നടുവിലും വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്. അതിന് ചുറ്റുമാണ് ഈ നഗരം വികസിച്ചത്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് സിറ്റിയാണ്. അപൂർവം ഇന്ത്യയിലെ അപൂർവമായിട്ടുള്ള ആസൂത്രിത നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ തൃശ്ശൂർ. പക്ഷേ ന്യൂയോർക്കിനെ കുറിച്ചാണ് പണ്ടൊരാൾ പറഞ്ഞത്, ഇറ്റ് ഈസ് അൺപ്ലാൻഡ് മെഗാ സ്പേസ്, അനാസൂത്രിതമായ മഹാസ്ഥലിയാണ് ന്യൂയോർക്ക് എന്ന്. അതുപോലുള്ള അനാസൂത്രിതമായിട്ടുള്ള മഹാസ്ഥലി എന്ന് പറയാവുന്ന രൂപം തീർച്ചയായിട്ടും മഹാഭാരതത്തിനൊക്കെ ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇതാണ് എൻ്റെ പോയിന്റ്, ഒരു പ്രത്യയശാസ്ത്രത്തെ സേവിക്കാനോ പിന്തുണക്കാനോ ഉള്ള ഒന്നായി ഇതിഹാസത്തെ സത്യസന്ധമായി കാണാനാവില്ല. അതിൽ ഒരാശയത്തിന് എതിരായിട്ടുള്ള മറ്റൊരുപാട് ആശയങ്ങളുണ്ടാവും. ഇറ്റ്സ് എ ബിഗ് ടെക്സ്റ്റ്, അത് വലിയ ടെക്സ്റ്റാണ്. മാത്രമല്ല പല കാലത്തായി ഉണ്ടായതാണ്, ഒരാൾ എഴുതിയല്ല. വ്യാസൻ എന്ന വാക്കിൻ്റെ അർത്ഥം എഡിറ്റർ എന്നാണ്. വ്യസിക്കുന്ന ആളാണ് വ്യാസൻ. അത് ഒറ്റൊരു സിംഗിൾ ഹ്യൂമൻ ഫിഗർ അല്ല, അത് പല പല സന്ദർഭങ്ങളായി ചേർന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും, ചേർച്ചക്കുറവുകളുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനൊരു മെഗാ ടെക്സ്റ്റിന്, ഒരു മഹാഭാരതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൽ തന്നെ അതുണ്ട്. വലിയ പാഠമാണിത്. ആ വലിയ പാഠത്തെ ഒരു കൃത്യമായ പ്രത്യയശാസ്ത്രത്തെ, ആധുനിക സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ പിന്തുണക്കാനോ സേവിക്കാനോ വ്യാഖ്യാനിക്കാനോ അനുസരിക്കാനോ ഉള്ള ഒരു പാഠമായി കാണുന്നത് വാസ്തവത്തിൽ മഹാഭാരതത്തിൽ അന്തർലീനമായിട്ടുള്ള പാഠ സംസ്കാരത്തിന് എതിരാണ് എന്ന് അക്കാദമികമായ ഭാഷയിൽ പറയാം. അത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സാംസ്കാരിക വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ നിരസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ഞങ്ങളുടെ ഒരു വിചാരത്തിന് ഇണങ്ങുന്ന പുസ്തകമാണ്, കൃതിയാണ് എന്ന് പറയുവാൻ പറ്റുകയുള്ളൂ. വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായി മഹാഭാരതത്തെ സ്വീകരിക്കാം, രാമായണത്തെ സ്വീകരിക്കാം. അല്ലാത്ത ആളുകൾക്ക് അല്ലാത്ത മട്ടിൽ സ്വീകരിക്കാം. അതാണ് ഇതിൻ്റെ സൗകര്യം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അടുപ്പം, വൈകാരികമായിട്ടും വൈചാരികമായിട്ടും അടുപ്പം തോന്നാവുന്ന ഗ്രന്ഥങ്ങളാണിവ. വിശ്വാസികൾക്ക് അങ്ങനെ, വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ. മിനിഞ്ഞാന്ന് നമ്മുടെ സുഹൃത്തും മലയാളത്തിലെ പ്രധാനപ്പെട്ട കവിയുമായിട്ടുള്ള മനോജ് കുറൂർ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വാക്യം, ലളിതമായ വാക്യമാണ് പറയേണ്ടായി. ഞാൻ വാൽമീകി രാമായണം വായിക്കുന്നത് ഒരു ക്ലാസിക് കൃതി എന്ന നിലക്കാണ്. അതായത് എൻ്റെ വായനയിൽ വന്ദനവും നിന്ദനവും ഒന്നും വരുന്നില്ല. ഞാൻ രാമായണത്തെ നിന്ദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെ സ്തുതിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ മറ്റ് നോവലുകൾ വായിക്കുന്ന പോലെ, മറ്റ് കവിതാകൃതികൾ വായിക്കുന്ന പോലെ, ആധുനികമായ പാഠങ്ങൾ വായിക്കുന്ന പോലെ തന്നെയാണ് വാൽമീകി രാമായണം വായിക്കുന്നതെന്ന് ഇത്തരം കാര്യങ്ങളിൽ നല്ല ധാരണയുള്ള ഒരു വികാരത്തിന് നമ്മൾ പറയുന്നില്ല. അയാൾ നല്ലോണം വായിക്കുന്ന ആളാണ്, പണ്ഡിതനാണ്. സാധാരണ അർത്ഥത്തിൽ അല്ല, ശരിയായ അർത്ഥത്തിൽ തന്നെ പണ്ഡിതനായിട്ടുള്ള ആളാണ് മനോജ് കുറൂർ എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം, ചെറുപ്പക്കാരനാണെങ്കിലും. അപ്പോൾ പാണ്ഡിത്യം മിക്കവാറും വാർദ്ധക്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. അതിൽ കാര്യമില്ല. ചെറുപ്പക്കാരായ ആളുകൾ, വലിയ പണ്ഡിതന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മനോജ്. ഇങ്ങനെയാണ് പറയുന്നത്, രാമായണത്തെ ഞാൻ വായിക്കുന്നത് ഈ നിലക്കാണ്, ഒരു ക്ലാസിക് കൃതി എന്നുള്ള നിലക്കാണ്, അല്ലാതെ എനിക്ക് നിന്ദനവും മന്ത്രവും എൻ്റെ വിഷയമല്ല. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞാണ്. ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, കുറവുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം പല മനുഷ്യരുടെ കാലടിപ്പാടുകളും കയ്യടിപ്പാടുകളും ഒക്കെ ചേർന്നാണ് ഒരു കൃതി. അപ്പോൾ ഒരുപാട് ചേർച്ചയുണ്ടാവില്ല. സിംഫണി അല്ല, അതൊരു പോളിഫോണിയാണ്. അത് മോണോഫോണിക്കായിട്ടുള്ള ഒന്നല്ല, അത് ബഹുസ്വരമായിട്ടുള്ള ഘടനയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ, ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടൊക്കെ ഉണ്ടാവില്ല. പൊരുത്തങ്ങളുണ്ടാവും, ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടാവും. ആ പൊരുത്തങ്ങളുടെയും ഒരു പാഠ സ്ഥാപനമായിട്ടാണ് നമുക്ക് വാസ്തവത്തിൽ ഒരു ടെക്സ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നമുക്ക് ഇത്തരം കൃതികളെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് സാംസ്കാരിക രേഖ എന്നുള്ള നിലക്ക് പ്രതിനിധാനപരമായിട്ടുള്ള ഒരു ജീവിതം അതിന് തീർച്ചയായിട്ടും ഉണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ജീവിതം, ഞാൻ ആവർത്തിക്കുന്ന കാര്യം അത് ഒന്നും കൂടി പറയാം. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ജീവിതം കൂടി ഇത്തരം പാഠങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. ഈ മലയാളത്തിൽ അടുത്ത കാലത്ത് ഒരു 50 വർഷത്തിനിപ്പുറം വളരെ ശ്രദ്ധേയമായിട്ടുള്ള, അത്യന്തം നാടകീയമായിട്ടുള്ള പ്രസ്താവന ഇതിഹാസങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞ ആളുടെ പേര് ബി രാജീവ് എന്നാണ്. ഒറ്റ വാക്യമാണ്, അതിന് പശ്ചാത്തലമുണ്ട്. വി പാർക്കുട്ടി അമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവർ മാതൃഭൂമിയിൽ ജീവനക്കാരിയായിരുന്നു. അവർ കുട്ടികൾക്ക് വേണ്ടി ഒരു മഹാഭാരതം എഴുതി, കുട്ടികളുടെ മഹാഭാരതം. അത് ചെറിയ കഥ. അത് പ്രൂഫ് വായിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുട്ടികൃഷ്ണ മാരാറിനാണ്. കുട്ടികൃഷ്ണ മാരാർ അതിൻ്റെ പ്രൂഫ് വായനയുടെ ഘട്ടത്തിൽ അദ്ദേഹം ഒരു ധിഷണാശാലി ആയതുകൊണ്ട് മഹാഭാരതത്തെക്കുറിച്ച് പുസ്തകം തന്നെ എഴുതി. അതിൻ്റെ പേര് ഭാരത പര്യടനം എന്നാണ്.
ആ ഭാരത പര്യടനത്തെക്കുറിച്ച് രാജീവൻ പിൽക്കാലത്ത് വളരെ ഈ മഹാഭാരതം വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം നടത്തിയിട്ടൊരു പരാമർശം ഇവിടെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇതാണ്, ലളിതമായ വാക്യമാണ്: ഭാരത പര്യടനം വായിച്ചാൽ വ്യാസന് മനസ്സിലാവുകയില്ല. ഇതാണ് വാക്യം. രാമായണം എഴുതിയെന്ന് പറയുന്ന ആൾ വ്യാസൻ എന്ന് വിചാരിക്കുക, എക്സോ അല്ലെ വ്യാസൻ ആരംഗാവട്ടെ, അദ്ദേഹത്തിന് ഈ കൃതി മനസ്സിലാവുകയില്ല. അതിനെക്കുറിച്ചുള്ള കൃതിയായിട്ടുള്ള കുട്ടികൃഷ്ണമാരാരുടെ കൃതി മനസ്സിലാവില്ല. കാരണം കോഴിക്കോട് പോലുള്ള ഒരു അർദ്ധനഗരത്തിൽ, അന്ന് പൂർണ്ണനഗരമായിട്ടില്ല, ഒരു അർദ്ധനഗരത്തിൽ, ഒരു ബൂർഷ്വാ അന്തരീക്ഷത്തിൽ, ജനാധിപത്യ അന്തരീക്ഷത്തിൽ ഒക്കെ ജീവിച്ച കുട്ടികൃഷ്ണമാരാർ ഒരു സ്ഥാപനത്തിൽ, കൃത്യമായി മുതലാളിത്ത സ്വഭാവമുള്ള ഒരു പത്രസ്ഥാപനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികനായ കുട്ടികൃഷ്ണമാരാർ എന്ന ആൾ എഴുതിയ പുതിയ കാലഘട്ടത്തിലെ ജീവിതത്തെ, ഇവിടുത്തെ വിഷമങ്ങളെ, വിഷയങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൃഷ്ണമാരാർ എഴുതിയിട്ടുള്ള ഭാരത പര്യടനം സാക്ഷാൽ ഇതിൻ്റെ മൂലകർത്താവ് എന്ന് കരുതപ്പെടുന്ന ആൾക്ക് മനസ്സിലാവുകയില്ല. എന്ന് വെച്ചാൽ മഹാഭാരതത്തെ ഓരോ തലമുറയും വായിക്കുന്നത് ഓരോ തരത്തിലാണ് എന്നുള്ളതാണ്. ഇത് കുറച്ചും കൂടി ലളിതമായിട്ട് എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട്. അദ്ദേഹം രണ്ടാമൂഴം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതി, അതിൻ്റെ അവസാനം അദ്ദേഹം മഹാഭാരതം രണ്ടാമൂഴം എഴുതാൻ വേണ്ടി നടത്തിയ വായനകളെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാരതങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഒന്ന് ഇംഗ്ലീഷിലുള്ള ബംഗാളിയായിട്ടുള്ള ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മഹാഭാരതം, മറ്റൊന്ന് തീർച്ചയായിട്ടും കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം. അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷിലുള്ള മഹാഭാരതമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, എന്നോട് അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞത് ഞാനൊരു മാറ്റഡോർ വണ്ടിയിൽ നിറയെ പുസ്തകങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാണ്. അത്രയും വായനയോട് ശേഷമാണ് മഹാഭാരതം അദ്ദേഹം എഴുതുന്നത്. അത്രയും വലിയ, ഞാൻ എം ടിയുടെ വായനയെക്കുറിച്ച് പുസ്തകം 2-3 മാസം മുമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അത്രയും ശേഖരം ഉണ്ടായിരുന്നു. പല ലൈബ്രറികളിൽ നിന്നും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ശേഖരിക്കുകയുണ്ടായി. പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ ശേഖരിക്കുകയുണ്ടായി. കൊസാംബി നോക്കുകയുണ്ടായി. അതുപോലെ അതിനെക്കുറിച്ചുള്ള മറ്റ് ഇരാവതി കാർവയുടെ പുസ്തകങ്ങൾ നോക്കുകയുണ്ടായി. നാടകങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. ചിത്രങ്ങൾ നോക്കുകയുണ്ടായി. അപ്പോൾ വലിയ ഒരുക്കത്തിന് ശേഷമാണ്. പക്ഷേ രണ്ടാമൂഴം വായിച്ചങ്ങനെ മനസ്സിലാവില്ല, നമുക്ക് തോന്നില്ല. അത് വളരെ അസിമിലേറ്റ്, രക്തസാൽക്കരിച്ചാന്ന് പറയാം. ദേശസാൽക്കരിക്കുന്നവർ രക്തത്തിൻ്റെ ഭാഗമായി തീർത്ത ഒരു അദ്ദേഹം ഈ ജ്ഞാനത്തെ മുഴുവൻ സ്വന്തം മനസ്സിൻ്റെ ഭാഗമാക്കി തീർത്ത് എഴുതിയ ലളിതമായിട്ടുള്ള പുസ്തകമാണത്. ഈ പാണ്ഡിത്യത്തിൻ്റെ ഭാരമൊന്നും ആ നോവലിനില്ല. അത് അദ്ദേഹം അവസാനം പറയുന്നത് അറിയോ, ഇതൊരു പഴയ കുടുംബകഥയായിട്ടാണ് ഞാൻ കാണുന്നതാണ്. ഞാൻ ഒരുപാട് കുടുംബകഥകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ അസുരവിത്ര കുടുംബകഥയാണ്, എൻ്റെ നാലുകെട്ടൊരു കുടുംബകഥയാണ്. അതുപോലെ കുറച്ച് മുമ്പുണ്ടായ ഒരു കുടുംബകഥ മാത്രമാണ് ഞാൻ എഴുതിയത് എന്ന് വളരെ വിനയത്തോടു കൂടി സത്യസന്ധമായിട്ട് എം ടി പറയാണ്. അപ്പോൾ പലതരത്തിലും ഇതിഹാസങ്ങളെ വീക്ഷിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ ഈ ചെറിയ വർത്തമാനത്തിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിഹാസത്തെ അധികാര താല്പര്യങ്ങൾക്കായി മുനകൂർപ്പിച്ച് ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ ഇതിഹാസം എന്ന സങ്കല്പനത്തിന് തന്നെ വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. അതിപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, വിശദീകരിക്കണ്ടല്ലോ. ഇതിഹാസത്തിൻ്റെ ഘടന, ഇതിഹാസത്തെ മനസ്സിലാക്കിയ ആൾക്കാർ, മഹാഭാരത പാണ്ഡിത്യത്തിൻ്റെ ഒരു വലിയ ശ്രേണിയുണ്ട്. മഹാഭാരതത്തെക്കുറിച്ച് ശ്രദ്ധിച്ച പണ്ഡിതന്മാർ, അസീസ് അടക്കമുള്ള ആളുകളുടെ വലിയൊരു രാമായണത്തിന് ശ്രദ്ധിച്ച ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ഭാഷകളിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള പണ്ഡിതന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒറ്റ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിക്കുന്നത് അതിൻ്റെ പാഠസ്വഭാവത്തിൻ്റെ, അതിൻ്റെ സങ്കീർണമായിട്ടുള്ള പ്രമേയ രാശിയുടെ ഒക്കെ സ്വഭാവത്തെ നിരക്കുന്നതല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഞാനൊരു കൃതിയെക്കുറിച്ച് കൂടി പറയുന്നു, പ്രത്യേകം സാറാ ടീച്ചറുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് കൂടി പറയുന്നു. ഞാൻ അടുത്ത കാലത്ത് വായിച്ച, ഒരു 2 മാസത്തിനുള്ളിൽ വായിച്ച ഈ ഇതിഹാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തെ തന്നെ പുതുക്കിപ്പണിയാൻ കെൽപ്പുള്ളൊരു കൃതി നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സാറാ ജോസഫ് എഴുതിയിട്ടുള്ള കറ എന്ന നോവലാണ്. വലിയ സാറാ ടീച്ചർ എഴുതിയ ഏറ്റവും വലിയ പുസ്തകങ്ങളിൽ ഒന്നാണത് കറ. അത് ബൈബിളിലെ ലോത്തിൻ്റെ കഥയാണ്. പക്ഷേ ഒരു കഥയിൽ വ്യത്യാസമൊന്നുമില്ല. ബൈബിൾ പരിചയിച്ചവർക്ക് പുതിയ കഥയൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ഹിംസയുടെ പെരുക്കങ്ങൾ കൊണ്ട് ഭീകരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ബൈബിളിൻ്റെ ഓർമ്മകൾ ഉപയോഗിച്ചുകൊണ്ട്, ബൈബിളിൻ്റെ പാഠസ്മൃതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബദലിന് കഥയിൽ വ്യത്യാസമില്ല, പക്ഷേ അതിൻ്റെ ആവിഷ്കാരത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ബൈബിളാണ് കഥ, പക്ഷേ അത് വായിക്കുന്നത് നമ്മൾ ബൈബിളിൻ്റെ പഴയ കാലമല്ല, ഇന്നത്തെ കാലമാണ്. ഹിംസയും ചതിയും എങ്ങനെയാണ് ഒരു ജീവിത രീതി തന്നെയായി ഇന്ന് മാറുന്നത് എന്ന വിഷയത്തെ ബൈബിളിൻ്റെ ഇതിഹാസ സഹായത്തോടു കൂടി നമ്മുടെ ഭാഷയിൽ, നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഭാഷയ്ക്ക് ഇത്ര ശേഷിയുണ്ട്, ഇങ്ങനെയുള്ള ആശയം താങ്ങാനുള്ള ശേഷിയുണ്ട്, ഭാവന ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു മികച്ച കൃതിയാണ് സാറാ ജോസഫിൻ്റെ കറ. അതിൽ കറ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഹിംസയുടെ കറയാണ്.
അപ്പോൾ അങ്ങനെ ഇതിഹാസം എന്നുള്ള ഒരു പഴയ കാര്യമല്ല, ഇതിങ്ങനെ പുതിയ വിഷയങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചെറിയ നിരീക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒട്ടും വിദഗ്ധനല്ലാത്ത ഞാൻ പിന്മാറുകയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി. ഇ പി രാജഗോപാലൻ ഇതിഹാസങ്ങളുടെ വായനയെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹത്തിന് നന്ദി. ഞാൻ മൈക്ക് ഡോക്ടർ അസീസ് തരുവണയ്ക്ക് കൈമാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ഇതിഹാസകാവ്യമായ രാമായണവും അതിലെ കഥാപാത്രമായ രാമനും രാമൻ്റെ ജന്മസ്ഥാനവുമൊക്കെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമകാലീന ഇന്ത്യയിൽ ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് മുമ്പോട്ട് വെച്ച അക്കാഡമിയുടെ ഭാരവാഹികളെ ഞാൻ ആദ്യമേ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ രാജഗോപാലൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഇതിഹാസ കാവ്യത്തിന് 2 തരം ജീവിതങ്ങളുണ്ട്. ഒന്ന് മാഷ് പറഞ്ഞതുപോലെ അത് വാമൊഴി ട്രഡീഷനും മറ്റൊന്ന് വരമൊഴി പാരമ്പര്യമാണ്. നമുക്കതിനെ മറ്റൊരു രീതിയിൽ പറയാം, ഖരരൂപത്തിലുള്ള ഇതിഹാസ പാരമ്പര്യവും ദ്രവരൂപത്തിലുള്ള ഇതിഹാസ പാരമ്പര്യവും നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട രാമായണങ്ങൾ അത് തീർച്ചയായിട്ടും ഖരരൂപമാർന്നതാണ്, അതിന് മാറ്റങ്ങളില്ലാത്തതാണ്. അതേസമയം ദ്രവരൂപമാർന്ന വാമൊഴി ട്രഡീഷനിലുള്ള രാമായണങ്ങൾ അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും നിരന്തരം പുതിയ പുതിയ പാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥ, അതിൽ നിന്ന് മറ്റൊരു കഥ, അങ്ങനെ കഥയിൽ നിന്ന് കഥകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇതിഹാസ പാരമ്പര്യത്തിനുണ്ട്. നേരത്തെ മാഷ് പറഞ്ഞു അതിൻ്റെ വാമൊഴി ട്രഡീഷനെ കുറിച്ച്. രാമായണത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരുടെ എല്ലാം തന്നെ അഭിപ്രായത്തിൽ ആദ്യം എഴുതപ്പെടുന്നതിന് മുമ്പ് വാമൊഴിയായി പ്രചരിച്ച കഥയാണ് രാമായണങ്ങൾ. നമുക്ക് ഒരു രാമായണമല്ല ഉള്ളത്, രാമായണങ്ങളാണ്. വാൽമീകിക്ക് മുമ്പ് തന്നെ ഈ കഥകൾ പ്രചരിക്കുകയും അത് രാമൻ്റെ കൊട്ടാരത്തിൽ തന്നെ പോയി കുശീലവന്മാർ ഈ കഥകൾ പാടി പറഞ്ഞു എന്നൊക്കെ നമുക്ക് രാമായണത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ഇതിഹാസത്തിൻ്റെ ഒരു ബഹുസ്വര പാരമ്പര്യത്തെയാണ്. വാൽമീകി രാമായണം രചിക്കപ്പെടുന്ന കാലത്ത് തന്നെ 19ഓളം മഹർഷിമാരെങ്കിലും രാമായണങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് ശ്രീരാമദാസ ഗൗഡർ തൻ്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. ആ 19 മഹർഷിമാർ എഴുതിയ രാമായണങ്ങളുടെ സംക്ഷിപ്തം അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വം എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് 19 രാമായണങ്ങളും ഡിഫറൻ്റ് ആണ്. 19 അല്ല നമുക്കുള്ളത്, അനേക രാമായണങ്ങൾ. അത് ആദിയിൽ HD സംഘാലിയൊക്കെ പറയുന്നത് പോലെ മധ്യപ്രദേശിലെ 2 ഗോത്രങ്ങൾക്കിടയിൽ നടന്ന കഥയായിട്ടാണ് സംഘാലിയ രാമായണത്തെ അടയാളപ്പെടുന്നത്, പ്രത്യേകിച്ച് വാൽമീകി രാമായണത്തെ. നമുക്ക് രാമായണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ആരുടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ധാരണ ആദ്യത്തെ രാമായണം വാൽമീകിയുടേതാണ് എന്നാണ്. പൊതുവെ അങ്ങനെയുള്ളൊരു നരേശൻ അല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആദി കവി എന്ന് നമ്മൾ വാൽമീകിയെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, ഇപ്പോൾ ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബൗദ്ധ ദശരഥ ജാതകം, അനാമകൻ ജാതകം തുടങ്ങിയ കൃതികളൊക്കെ വാൽമീകിക്ക് മുമ്പേ ഉണ്ടായതാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അതിനുള്ള നിരവധി കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിരത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാൽമീകി രാമായണത്തിന് തന്നെ 3 തരം ടെക്സ്റ്റുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ഗൗഡീയം, ഉത്തരീയം, പശ്ചിമോത്തരീയം എന്നൊക്കെ പറയുന്ന 3 തരം ടെക്സ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഈ 3 ടെക്സ്റ്റുകളും വളരെ വൈവിധ്യങ്ങളുള്ളതാണ്. അതിലുള്ള ശ്ലോകങ്ങളുടെ എണ്ണം, ശ്ലോകങ്ങളുടെ വ്യത്യാസം, ഇതൊക്കെ കാമുൽ ബുൽക്കിയെ പോലുള്ളവർ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ PhD ഗവേഷണ പ്രബന്ധമായ രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന കൃതിയിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗൗഡീയ പാഠത്തിൽ നമുക്ക് ബുദ്ധനെക്കുറിച്ച് പറയുന്ന ഭാഗം കാണാൻ പറ്റും. ഇപ്പോൾ ജബാലി വൃത്താന്തത്തിൽ ദശരഥ മഹാരാജാവ് മരണപ്പെട്ടതിന് ശേഷം ഈ മരണവൃത്താന്തം അറിയിക്കുന്നതിന് വേണ്ടി രാമൻ്റെ അടുത്തേക്ക് ഭരതനും അതേപോലെ തന്നെ സംഘവും പോവാണ്. അതിൽ ജബാലി എന്ന പണ്ഡിതനുണ്ട്. അദ്ദേഹം രാമനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. സംസാരമധ്യേ ബൗദ്ധ ആശയങ്ങൾ പറയുന്നു. ആ സമയത്ത് രാമൻ പറയുന്നത് ബുദ്ധനുമായിട്ട് അടുക്കരുത്, അദ്ദേഹം നാസ്തികനും ചോരനുമാണ് എന്ന് പറയുന്നുണ്ട്. യഥാഹി ചോര സതതാഹി ബുദ്ധസ്തഥാഗതം നാസ്തിക മാത്ര വിദ്ധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട്
ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാർ പറയുന്നത് വാൽമീകി രാമായണം എഴുതുന്ന കാലത്ത് കോസലം പ്രദേശത്ത് ബുദ്ധമത ആശയങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാണ്. നമുക്കറിയാം വാൽമീകി രാമായണം തുടങ്ങുന്നത് തന്നെ മാനിഷാധ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ മാനിഷാധ എന്ന വാചകം ഒരു ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ അഹിംസാ മന്ത്രം തീർച്ചയായിട്ടും അത് ബ്രാഹ്മണിക്കലല്ല എന്നും അത് ബൗദ്ധമാണ് എന്നും പറയുന്ന പഠനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം രാമായണം എന്നത് ഒരിക്കലും തന്നെ നമ്മുടെ ഒരു ഉറച്ചുപോയ ഒരു വാർപ്പ് മാതൃകയിലുള്ള ഒരു ധാരണ എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു ഹൈന്ദവ ടെക്സ്റ്റ് എന്ന രീതിയിലാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ബഹുസ്വരത എന്നതാണ് എൻ്റെയൊക്കെ ഒരു പഠന മേഖല. ഇപ്പം ഞാൻ സൂചിപ്പിച്ചു ബൗദ്ധ രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ജൈന മതസ്ഥരുടെ പൗമചരീയം അടക്കമുള്ള പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള രാമായണ കൃതികളുണ്ട്. പൗമചരീയം എന്നതിൻ്റെ സംസ്കൃതം പത്മചരിതം എന്നാണ്. ആ കൃതി വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം അതിനെ ഒരു പ്രതിരാമായണം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അതിൽ ഒരിടത്ത് രാവണനെ കൊന്നത് ലക്ഷ്മണനാണെന്നും അങ്ങനെ ഹിംസ ചെയ്തത് കാരണം ആദ്യം നരകത്തിലേക്ക് പോയി എന്നും പിന്നീട് പ്രതിക്രിയകളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് വന്നു എന്നൊക്കെ നമുക്ക് പൗമചര്യത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ബൗദ്ധർക്ക്, ജൈനർക്ക്, അതേപോലെ ഇന്ത്യയിലെ അസംഖ്യം ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക്, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒക്കെ രാമായണങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള രാമായണം വലിയൊരു പഠന മേഖല തന്നെയാണ്. കാരണം ഇന്ത്യൻ ഇതിഹാസ കാവ്യമായ വാൽമീകി രാമായണത്തെ വിദേശങ്ങളിലേക്ക് ആദ്യം എത്തിച്ചത് നമുക്കറിയാം മുഗളന്മാരാണ്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെ പേർഷ്യൻ ഭാഷയിലേക്കും മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി അവർക്കൊരു ഒരു ട്രാൻസ്ലേഷൻ അക്കാഡമി തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ റേറ്റിൽ പറഞ്ഞാൽ ഏകദേശം ഒരു UGC ശമ്പളമൊക്കെ അന്ന് ട്രാൻസ്ലേറ്റേഴ്സിന് കൊടുത്തതായിട്ട് കാണാൻ പറ്റും. പേർഷ്യൻ ട്രാൻസ്ലേഷൻസ് സംസ്കൃതത്തിൽ നിന്ന് അവധിലേക്കും പിന്നീട് പേർഷ്യനിലേക്കും പരിഭാഷപ്പെടുത്തുകയാണ് അന്ന് ചെയ്യുന്നത്. ഒരേ സമയം സംസ്കൃത പണ്ഡിതന്മാർ, അവധ് ഭാഷ അറിയുന്നവർ, അതേപോലെ തന്നെ പേർഷ്യൻ ഭാഷ അറിയുന്നവർ, ഇവരൊക്കെ ചേരുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനമായിരുന്നു അന്നത്തെ ട്രാൻസ്ലേഷൻ വർക്ക്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇസ്ലാമിക പ്രിൻസിപ്പിൾസിനനുസരിച്ച് റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ആണ്. അക്ബറിൻ്റെ കാലത്ത്, അക്ബറിൻ്റെ മാത്രമല്ല ഹുമയൂണിൻ്റെയും മറ്റും കാലത്ത് നമ്മൾ കാണുന്നത് ഈ രാമായണങ്ങൾക്ക് പെയിൻറ്റിങ് രൂപം നൽകുന്നുണ്ട്. ചിത്രരാമായണങ്ങൾ, അങ്ങനെയുള്ള ചിത്രരാമായണങ്ങൾ നമുക്കിന്നും ലഭ്യമാണ്. ആ ചിത്രരാമായണങ്ങളിലെ സീത അശോകവനികയിലല്ല ഇരിക്കുന്നത്, രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മുഗൾ രാജകാലത്തെ ഒരു മുസ്ലിം സ്ത്രീയുടെ, ഒരു യുവതിയുടെ ചിത്രം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ ഹനുമാൻ്റെ ചിത്രമൊക്കെ തല മാത്രമേ ഒരു കുരങ്ങിൻ്റെ രൂപമുള്ളൂ, ബാക്കി മുഴുവൻ മനുഷ്യൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ മുഗളന്മാർ ഇറക്കിയ നാണയങ്ങളിൽ നമുക്ക് രാമനും സീതയും കാട്ടിലേക്ക് പോകുന്നതിൻ്റെ പിക്ചറുകൾ കാണാം. ഞാൻ ഈ അടുത്ത കാലത്ത് പച്ചക്കുതിരയിൽ അങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അക്ബർ രാമായണം എന്ന പേരിൽ. ഞാനിത് പ്രത്യേകം സൂചിപ്പിക്കുന്നത് മുഗളന്മാരും കൂടിയാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത് എന്നതുകൊണ്ടാണ്. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ദാരാ ഷുക്കോവിൻ്റെ രാമായണ പരിഭാഷയിൽ അദ്ദേഹം പേർഷ്യനിലേക്ക് രാമായണം പരിഭാഷപ്പെടുത്തിയപ്പോൾ ഓരോ അധ്യായത്തിൻ്റെ മുകളിലും ഖുർആനിലെ ആദ്യ വാചകമായി ഉപയോഗിക്കുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകം, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന വാചകത്തോടു കൂടിയാണ് രാമായണത്തിൻ്റെ ഓരോ അധ്യായങ്ങളും ദാരാ ഷുക്കോവ് ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ ഗിവ് ആൻഡ് ടേക്ക് ഇതിൽ നടക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ പോയാൽ, മലേഷ്യയിൽ പോയാൽ, ഫിലിപ്പൈൻസിൽ പോയാൽ അവിടെയൊക്കെ നമുക്ക് മുസ്ലിം വേർഷനുള്ള രാമായണങ്ങൾ കാണാൻ പറ്റും. ഇന്തോനേഷ്യയിലെ രാമായണത്തിൻ്റെ പേര് ഹിക്കായത്ത് ശരീരാം എന്നാണ്. ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കഥ എന്നാണ്. ശരീരാം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ രാമകഥ. ആ രാമായണം എഴുതിയത് കാനൻ കാലിജാഗ എന്നൊരു സൂഫിയാണ്. നമ്മളിവിടെ ആദി കവി എന്ന് പറയുന്നത് പോലെ ഇന്തോനേഷ്യയിൽ ആദി വാലിയാണ്. വാലി എന്ന് പറഞ്ഞാൽ സൂഫിയാണ്. അതിൽ ആദൻ നബിയും മുഹമ്മദ് നബിയും ഗബ്രയേൽ മാലാഖയും ജിബ്രീൽ എന്ന മാലാഖയും പ്രവാചക ശിഷ്യനായ അലിയും ഒക്കെ കടന്നു വരുന്നുണ്ട്. രാമനും രാവണനും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ഇങ്ങനെ വളരെ ഡിഫറൻ്റ് ആയ രാമായണങ്ങൾ. ഇപ്പം മലയാളത്തിൽ നമുക്കറിയാം 1970-കളിൽ ഉണ്ടായ മാപ്പിള രാമായണം എന്നൊരു ടെക്സ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ രസകരമായൊരു ടെക്സ്റ്റാണത്. അതിൽ മാപ്പിള മുസ്ലിം പശ്ചാത്തലത്തിൽ രാമായണ കഥ പറയുകയാണ്. അതിൽ ഒരിടത്ത് ഹനുമാനോട് സീത പറയുന്നുണ്ട്, വാലൊക്കെ ഉള്ളത് ശരി തന്നെ, ഇടയ്ക്ക് നിസ്കരിക്കുകയൊക്കെ വേണം കേട്ടോ എന്ന്. അതേപോലെ തന്നെ ശൂർപ്പണക രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു.
അപ്പോൾ രാമൻ ഓരോ തടസ്സങ്ങൾ പറയും. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു രീതിയിലാണ് എനിക്കൊരു ബീഡരുണ്ട് എന്ന് പറയുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഭാഷയിലാണ് രാമൻ പറയുന്നത്. അപ്പോൾ ശൂർപ്പണഖ പറയുന്നത് അതിന് കുഴപ്പമില്ല, ശരീഅത്ത് നിയമം അനുസരിച്ച് 4 വരെ കെട്ടാൻ പറ്റും, നിങ്ങൾ എന്നെയും കൂടി കല്യാണം കഴിക്കുമെന്നാണ്. ഈ രീതിയിലുള്ള അതിനൊരു പാരഡി സ്വഭാവമുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അതൊരു ഡിഫറെൻ്റ് ടെക്സ്റ്റാണ്. ഈ രീതിയിലുള്ള അനേകം ടെക്സ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫാദർ കാമിൽ ബുൽക്കയുടെ രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന വിശ്വവിഖ്യാതമായ രാമായണ പഠന ഗ്രന്ഥത്തിൽ, ഒരുപക്ഷെ രാമായണത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള എൻസൈക്ലോപീഡിയ എന്ന് പറയാവുന്ന ആ ഗ്രന്ഥത്തിൽ 300 രാമായണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് AK രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിക്ക് 300 രാമായണാസ് 5 എക്സാമ്പിൾസ് 3 തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻസ് എന്ന് പേരിട്ടത്. അപ്പോൾ ആ രീതിയിൽ 300 രാമായണങ്ങളെക്കുറിച്ച് AK രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രബന്ധത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു തെലുങ്ക് പണ്ഡിതനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര രാമായണങ്ങൾ കളക്ട് ചെയ്തുവെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ 1000കണക്കിന് പാഠങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഒരു തമിഴ് പണ്ഡിതനോട് ചോദിച്ചപ്പോഴും അദ്ദേഹവും പറയുന്നത്, ഞാൻ അനേകം വാമൊഴി രാമായണങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ രീതിയിൽ പരന്നൊഴുകിയിട്ടുള്ളതാണ് രാമായണം എന്നത്. അതൊരിക്കലും തന്നെ ഒരു ടെക്സ്റ്റായിട്ടല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു കഥാസന്ദർഭം പോലും ഒരുപോലെയല്ല. അതാണ് ഇന്നത്തെ ഏറ്റവും എനിക്ക് തോന്നുന്നത്, രാമായണത്തെ, അതിലെ കഥാപാത്രങ്ങളെ, അതിലുള്ള സ്ഥലികളെയൊക്കെ തന്നെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മിത്തുകളെ ചരിത്രവൽക്കരിച്ചുകൊണ്ട് എന്താ പറയുക, രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം അതിനെ ഈ രീതിയിൽ വായിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ബഹുസ്വരത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏകസ്വരവാദത്തെ, അതിൻ്റെ എന്താ പറയുക, മൾട്ടി കൾച്ചറിനെ ഒരു ഏകസ്വരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ചെറുക്കുവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും മതേതര പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇതിഹാസത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വർഗീയ ശക്തികൾ അധികാരത്തിലേക്ക് വരുന്നത്, ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ടെമ്പിൾ ഉണ്ടാക്കിയപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ദശാവതാരങ്ങളിൽ ബുദ്ധനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ബുദ്ധനെ ഉപയോഗിക്കുകയും അതിലേക്ക് ഉൾപ്പെടുത്തുകയും ബലരാമനെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ് ദശാവതാരങ്ങളിൽ നിന്ന്. സത്യത്തിൽ അത് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ മേലുള്ളൊരു കടന്നുകയറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാവുമ്പോൾ ഒരു മറുചോദ്യമുണ്ട്, ബുദ്ധൻ ദശാവതാരമാവുകയാണെങ്കിൽ ബുദ്ധനുമായി ബന്ധപ്പെട്ട രാമായണ ആഖ്യാനങ്ങളുണ്ട്. അതാണ് ബൗദ്ധ ദശരഥ ജാതകം. ബൗദ്ധ ദശരഥ ജാതകം അനുസരിച്ച് ദശരഥ മഹാരാജാവിൻ്റെ രാജധാനി സ്ഥിതി ചെയ്യുന്നത് അയോധ്യയിലല്ല, വാരാണസിയിലാണ്. അതും വളരെ ഡിഫറൻ്റ് ആയൊരു ടെക്സ്റ്റാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൗതുകകരമായൊരു വാദം, അതിൽ എന്താ പറയുക, രാമൻ്റെ പെങ്ങളാണ് സീത എന്ന ഒരു വേർഷൻ ഉണ്ട്. അപ്പോൾ മുമ്പ് 1993 ഡൽഹിയിൽ സഹ്മതി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ശബനം ഹാഷ്മിയും നമ്മുടെ KN പണിക്കരും ഒക്കെ ചേർന്ന് വിവിധ രാമായണങ്ങളുടെ ഒരു പ്രദർശനം നടത്തിയപ്പോൾ അത് കയ്യേറ്റം ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഒരു കാരണം പറഞ്ഞത് ഈ ഒരു ടെക്സ്റ്റ് അവിടെ വെച്ചതായിരുന്നു. ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്ത ജീവിതങ്ങളാണ് വ്യത്യസ്ത രാമായണങ്ങളിലുള്ളത്. ഇപ്പോൾ സീത രാവണൻ്റെ പുത്രിയാണെന്ന് പറയുന്ന അസംഖ്യ രാമായണങ്ങളുണ്ട്. 1, 2 അല്ല. നമ്മുടെ രാവണപുത്രി എന്ന കവിത നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വയലാറിൻ്റെ. വിദേശ രാമായണങ്ങളിൽ അധികവും ആ രീതിയിലുള്ള ആഖ്യാനങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ രാമായണം എന്നത് ഒരർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ഇതിഹാസം മാത്രമല്ല, അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ആകെ പരന്നൊഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഭൂട്ടാൻ, ബർമ്മ, സിലോൺ, ജപ്പാൻ, വിയറ്റ്നാം, അതേപോലെ തന്നെ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഏറിയോ കുറഞ്ഞോ രാമായണങ്ങളുണ്ട്. അവിടുത്തെ രാമായണങ്ങൾ അനുസരിച്ച് ഇത് ഇന്ത്യയിൽ നടന്ന ഒരു കഥയെ അവർ പറയല്ല, അവരുടെ നാട്ടിൽ നടന്ന ഒരു കഥയായിട്ടാണ് അതിലൊക്കെ നമ്മൾ കാണുന്നത്. അവിടെയാണ് രസകരമായ പുതിയ ചില ആർഗ്യുമെൻറ്റുകൾ, രസകരം എന്നല്ല പറയേണ്ടത്, ഏറ്റവും എന്താ പറയുക, ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് ആൻഷ്യൻ്റ് ജോഗ്രഫി ഓഫ് അയോധ്യ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ 20 അയോധ്യകളെക്കുറിച്ചാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് എന്ന സ്ഥലത്താണ് അതിലൊരു അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹെറാത്തിൽ സ്ഥിതി ചെയ്യുന്ന അയോധ്യയെക്കുറിച്ച് വലിയ പഠനം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അതിന് കാരണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിരത്തുകയാണ്. ഞാൻ ആ 20 അയോധ്യകളെക്കുറിച്ചും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
1990 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശപ്രകാരം ചരിത്രകാരന്മാരുടെ ഒരു പാനൽ അയോധ്യകളെ പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ ഈജിപ്ത് മുതൽ ഇന്നത്തെ നേപ്പാൾ വരെയാണ് അവർ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിൽ 8 അയോധ്യകളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ പഠനത്തിൽ. അതിൽ RS ശർമ്മ, അതുപോലെ DN ഷാ, അധർ അലി, സൂരജ് ദാസ്, അതേപോലെ ഇങ്ങനെയുള്ള കുറേ ആളുകളാണ് അതിൽ അംഗങ്ങളായിരുന്നത്. അവർ 8 അയോധ്യകളെ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് അവരുടെ പഠനത്തിൽ. ഏറ്റവും രസകരമായൊരു കാര്യം, അതിൽ അവർ പറയുന്ന പല സ്ഥലം, ഇപ്പോൾ തായ്ലാൻഡിൽ അയോധ്യ എന്ന ഒരു സ്ഥലം തന്നെയുണ്ട്. ഇനി അയോധ്യക്ക് ഇന്നത്തെ ഫൈസാബാദിലുള്ള അയോധ്യക്ക് അടുത്തു എന്നല്ല പറയേണ്ടത്, മറ്റൊരു സ്റ്റേറ്റായ എന്താ പറയുക, ഒഡീഷയിൽ അയോധ്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അയോധ്യ എന്നല്ല, അവിടെ നടന്ന രാമായണത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും സ്ഥലങ്ങളും അതിൻ്റെ ഒരു പ്രദേശത്തെ പറയുന്നുണ്ട്. സരയൂ നദി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള നദി അവിടെയുണ്ട്. അത് വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠനം നടത്തി. ഒഡീഷയിലെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള നീലഗിരി പ്രദേശത്തെ ബാലാസോട്ട് ജില്ലയിൽ എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ ഗ്രാമമുള്ളത്. അതിനെ ചുറ്റപ്പെട്ട് 3 നദികളുണ്ട്. ആ നദികളുടെ പേര്, ഒന്ന് എന്താ പറയുക സിന്ധു ആണ് തെക്കുള്ളത്, മറ്റൊന്ന് വടക്ക് സോന എന്നൊരു നദിയുണ്ട്, അതേപോലെ കിഴക്കുള്ളത് ഗരാഹാര എന്നൊരു നദിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ജൈന, ബൗദ്ധ, ഹൈന്ദവ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ഫൈസാബാദിലെ അയോധ്യയിൽ ജനവാസം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ആർക്കിയോളജിക്കൽ എവിഡൻസ്. അതുപോലെ അതിനെക്കുറിച്ചുള്ള വലിയ പഠനം തന്നെ ഈ അടുത്ത കാലത്ത് നടന്നു. രഘുവംശത്തിൽ, കാളിദാസൻ്റെ രഘുവംശത്തിൽ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ പ്രദേശവുമായി ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോവുകയല്ല, കാരണം അതിൻ്റെ ഒരു സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള രാമായണത്തെക്കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ പഠനങ്ങൾ, പ്രത്യേകിച്ച് HD സംഘാലയയുടെ രാമായണ പഠനങ്ങൾ എന്ന കൃതി നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ലങ്കയുമായിട്ട് വാൽമീകി രാമായണത്തിലെ ലങ്കയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നാണ്. അത് മധ്യപ്രദേശിൽ ഉത്തര ലങ്കയുണ്ട്, ദക്ഷിണ ലങ്കയുണ്ട്, ഇങ്ങനെ 2-3 സ്ഥലം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ മാപ്പ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റിസർച്ച് കാലത്ത് പ്രൊഫസർ MN വിജയനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു, മാഷേ അപ്പോൾ സമുദ്രം ചാടിക്കടന്നു എന്ന് പറയുന്നതോ എന്ന്. അന്ന് വിജയമാഷ് എന്നൊരു ഉത്തരം അത് ലിംഗ്വിസ്റ്റിക്സിലെ ഒരു കൺഫ്യൂഷനാണെന്നാണ്. കാരണം സംസ്കൃതത്തിൽ പുഴ, കുളം, തോട് ഇതിനൊക്കെ തന്നെ സമുദ്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് കാലത്ത് രാജാക്കന്മാർ തണുപ്പ് കിട്ടാൻ വേണ്ടി കുളത്തിൻ്റെ നടുവിൽ വീട് കെട്ടി താമസിക്കുന്നുണ്ട്. അതിന് പറയുന്നത് സമുദ്രഗൃഹം എന്നാണ്. അപ്പോൾ ഇത് എവിടെയാണ് ചാടിക്കടന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രീതിയിലുള്ള പഠനങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും തന്നെ പലപ്പോഴും നമ്മുടെ അക്കാഡമിക് ചർച്ചകളിലോ ഒന്നും തന്നെ കടന്നു വരുന്നില്ല. നമ്മൾ പാരമ്പര്യ രീതിയിൽ ആവർത്തന വിരസതയിൽ തന്നെ വീണ്ടും പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു വർക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 20 അയോധ്യകളെക്കുറിച്ചുള്ള ഒരു ചെറിയ വർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുതിയ കാലത്ത് രാമായണത്തെ ഒരൊറ്റ പാഠത്തിലേക്ക് ചുരുക്കുന്ന ഒരു കാലത്ത്, രാമായണത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് മേൽ വലിയ കടന്നാക്രമണം നടക്കുന്ന ഒരു കാലത്ത്, കാരണം ഈ വിഷയം പറയുമ്പോൾ നമുക്ക് നിരന്തര ഭീഷണിയുണ്ട്. ഞാനത് വെളിപ്പെടുത്തണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അത് പറയണം, നിങ്ങൾ പറയാതിരിക്കരുത് എന്ന്. ഞാൻ ഈ അടുത്ത കാലത്ത് ഔട്ട്ലുക്കിൽ ഒരു ലേഖനം എഴുതി, അതർ രാമായണാസ് എന്ന പേരിൽ. അതിന് എനിക്ക് ഏകദേശം ട്വിറ്ററിൽ ഒരു 120ഓളം തെറികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം ട്വിറ്റർ ഹാക്ക് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ നിരന്തര ഭീഷണികൾ, അതിൻ്റെ പേരിൽ ഫേസ്ബുക്കിലും മറ്റും നിരന്തരം ആക്രമണങ്ങൾ. അതൊരു പുതിയ പ്രവണതയല്ല, കുറേ കാലമായിട്ട് സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ ലിവിങ് രാമായണാസ് വന്നപ്പോഴും ഇതേ രീതിയിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാരണം രാമായണത്തെ ഏറ്റവും അധികാരത്തിനുള്ള ഒരു കോണിപ്പടിയായി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു വാദഗതികളെയും, അതിൻ്റെ ബഹുസ്വരത പറയുന്നതിന്, അതിൻ്റെ എന്താ പറയുക മറ്റ് പാഠരൂപങ്ങളെക്കുറിച്ച് പറയുന്നതിന് ഒട്ടും തന്നെ സഹിഷ്ണുതയോടെ കാണുവാനുള്ള ഒരു മനസ്സ് ഇന്നില്ല എന്നത് നമുക്കറിയാം. അതുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരം ഒരു എന്താ പറയുക ചർച്ചകൾ സാർത്ഥകമാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ഒരു സെഷൻ കൂടി വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഞാൻ എൻ്റെ മൈക്ക് അടുത്തയാൾക്ക് കൈമാറുകയാണ്. രാമായണത്തിൽ ഗവേഷണ പഠനം നടത്തി PhD നേടിയ ആളാണ് അസീസ് തരുവണ. അദ്ദേഹത്തിൻ്റെ ആധികാരികമായ വിശകലനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തിന് നമ്മൾ പ്രത്യേകമായൊരു നന്ദി മനസ്സിൽ സൂക്ഷിക്കുന്നു. അടുത്തതായി ഡോക്ടർ MA സിദ്ദീഖ് സംസാരിക്കുന്നു.
അസീസ് മാഷ് സംസാരിക്കുമ്പോഴും ഈ പി സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഞാൻ ആലോചിച്ചത് രാമായണവും മഹാഭാരതവും ഒറ്റ ടിക്കറ്റിൽ കാണാൻ പറ്റുന്ന സിനിമകളാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതെന്തിനിങ്ങനെ ആലോചിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമുക്കാർക്കും ഒറ്റ ടിക്കറ്റിൽ കണ്ടു തീർക്കാൻ പറ്റാത്ത ഈ രണ്ട് ഇതിഹാസങ്ങളെയും ഒറ്റ ടിക്കറ്റ് പോലുമില്ലാതെ കാണിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് അസീസ് മാഷ് സംസാരിച്ച് നിർത്തിയത്. 300 രാമായണാസ് സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ ആ സിലബസ് തന്നെ കത്തിച്ചവരാണ് ഫാദർ കാമിൽ ബുൽക്കയെ സത്യത്തിൽ കത്തിക്കാനിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1954 പ്രയാഗ സർവകലാശാലയിൽ കാമിൽ ബുൽക്കെ അദ്ദേഹത്തിൻ്റെ PhD തീസിസിൻ്റെ ഭാഗമായി സമർപ്പിച്ച കൃതിയുടെ പേരാണ് രാമകഥ. രാമകഥയുടെ ആരംഭ സൂത്രങ്ങൾ നാം ഇന്ന് വായിക്കുന്ന രാമായണത്തിലല്ല, മറിച്ച് വേദങ്ങൾ വരെ പടർന്നു കിടക്കുന്ന പല രാമന്മാരുടെയും പല സീതകളുടെയും കഥകളിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പ്രതിമാ നാടകത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് അധ്യാത്മരാമായണത്തിലൂടെ കടന്ന് 54 വരെയുള്ള രാമായണങ്ങളെക്കുറിച്ച് കാമിൽ ബുൽക്കെ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം രൂപപ്പെട്ട മാപ്പിള രാമായണത്തെക്കുറിച്ചും അസീസ് മാഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് കൃതികളും ഇന്ന് ഇന്ത്യയിൽ പഠിക്കപ്പെടുന്നില്ല, പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. 970 എഴുതപ്പെടുകയോ അതിനുശേഷം കണ്ടെടുക്കപ്പെടുകയോ ചെയ്ത മാപ്പിള രാമായണത്തെപ്പറ്റി ഒരു ഫോക്ലോർ സെമിനാറിൽ സംസാരിച്ച എന്നോട് ഒരു രാമായണ വിശ്വാസി പറഞ്ഞത് അങ്ങനെ ഒരു രാമായണം ഇല്ല എന്നാണ്. അങ്ങനെ ഒരു രാമായണം ഉണ്ട് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? അതാണ് ചോദ്യം. ഇത് രാമായണമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇത് പ്രക്ഷിപ്തമാണ് എന്ന് മാരാര് പല കൃതികളെപ്പറ്റിയും പറഞ്ഞതുപോലെ ഇത് രാമായണത്തിൻ്റെ പാഠമാണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? ടെക്സ്ച്വൽ ക്രിറ്റിസിസത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ച് പോലും പ്രൂവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അവിടെയാണ് ഞാൻ എൻ്റെ പോയിന്റിനെ ഊന്നുന്നത്. ഈ രണ്ട് കൃതികളും പൊളിറ്റിക്സ് ഉള്ളപ്പോൾ തന്നെ പൊയറ്റിക്സുമുള്ള കൃതികളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശോകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ശ്ലോകം എന്ന് ക്രൗഞ്ചപക്ഷിയുടെ വീഴ്ചയെപ്പറ്റി ആനന്ദവർദ്ധനൻ എഴുതിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ാം നൂറ്റാണ്ടിൻ്റെ ഘട്ടത്തിൽ ഇന്ത്യൻ പൊയറ്റിക്സിൻ്റെ മധ്യത്തിൽ വെച്ച് രാമായണത്തെ വിശകലനം ചെയ്യുമ്പോൾ ഈ കൃതി എവിടെ നിന്നുണ്ടായി, അത് രാമനിൽ നിന്നുണ്ടായി എന്നല്ല ആനന്ദവർദ്ധനൻ്റെ അന്വേഷണം, അത് ദുഃഖത്തിൽ നിന്ന് ഉണ്ടായി. ഒരുപക്ഷെ അതിന് മാനിഷാദയെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബൗദ്ധ പാരമ്പര്യത്തിലേക്ക് ഒരു ചൂണ്ടൽ അസീസ് മാഷ് കൊടുക്കുകയുണ്ടായി. ഈ ദുഃഖത്തിൻ്റെ ചിറകുകളെ, അമ്പുകൊണ്ട് വീണുപോയ ചിറകിനെ കവിതയാക്കി മാറ്റിയ വാൽമീകി സൃഷ്ടിച്ച പ്രതീയമാനമാണത്. ആകയാൽ പ്രതീയമാനം പുനരന്യദേവ വസ്തുസ്തിവാണീഷു മഹാകവീനാം എന്ന് അക്കവിയെ മഹാകവിയാക്കാൻ ഈ ഉദാഹരണത്തെ ആനന്ദവർദ്ധനൻ ഉപയോഗിച്ചു. ഇതൊന്നും 990കളിൽ ബാബറി മസ്ജിദ് വീഴുന്നതിന് തൊട്ട് മുൻപും അതിന് ശേഷവും ഇന്ത്യൻ ടെലിവിഷൻ ഒരു മസാജ് പോലെ ആഘോഷിച്ച രാമായണത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ശോകമുണ്ടായിരുന്നില്ല, ഈ ദുഃഖം ഉണ്ടായിരുന്നില്ല, ഈ പൊയറ്റിക്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അത് റീമിത്തിഫൈ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്സായി നമ്മുടെ ടെലിവിഷൻ ചാനലിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു. ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏത് രാമനെയാണ് രാമായണത്തിൽ നിന്ന് നിങ്ങൾ വായിക്കുന്നത്? ഒരു മെറ്റാഫിസിക്കൽ രാമനെയാണോ? ആധ്യാത്മിക രാമനെയാണോ? ആദി ഭൗതിക രാമനെയാണോ? അതല്ല ആദി ദൈവിക രാമനെയാണോ? അതല്ല കുട്ടിക്കൃഷ്ണമാരാർ ആദ്യം എഴുതുകയും പിന്നീട് തിരുത്തി എഴുതുകയും ചെയ്ത വാൽമീകിയുടെ രാമനെയാണോ? വാൽമീകിയുടെ രാമനാണെങ്കിൽ
ആ രാമൻ വാൽമീകിയാൽ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിൻ്റെ അന്ത്യഭാഗത്തെത്തുമ്പോൾ വാൽമീകി രാമനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം സീതയെ കേന്ദ്രീകരിച്ചാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണമല്ലോ കുമാരനാശാൻ പിൽക്കാലത്ത് ചിന്താവിഷ്ടയായ സീത എഴുതുകയും വിമർശനം വിനിന്ദനം എന്ന രൂപത്തിൽ സുകുമാർ അഴീക്കോട് തൻ്റെ പാഠ്യപദ്ധതിയിൽ അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തത്. ഈ വിമർശനത്തെ മെറ്റാഫിസിക്കലായി കൊണ്ടുവരുന്ന രാമന് നൽകാൻ തയ്യാറാണോ? ഇവിടെയാണ് ഈ പൊയറ്റിക്സിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതിഹാസങ്ങളുടെ ചരിത്രപരമായ കാലം എപ്പോഴാണ്? ഇതിൻ്റെ മെറ്റാഫിസിക്സിന് ചരിത്രമുണ്ടോ? ഈ ആധ്യാത്മികതയ്ക്ക് ചരിത്രമുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ? ശ്രുതികളുടെ കാലമല്ല ഇതിഹാസങ്ങളുടെ കാലം, സ്മൃതികളുടെ കാലമല്ല ഇതിഹാസങ്ങളുടെ കാലം. ഈ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും കാലം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കാലത്തിന് ശേഷമുണ്ടായിട്ടുള്ള അസംഖ്യം സാഹിത്യകൃതികളുടെ കാലം നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റും. ആ കൃതികളെ മുൻനിർത്തി അധ്യാത്മരാമായണം പോലെയുള്ള ഭക്തികാവ്യങ്ങളുടെ കാലത്തെ നിർണ്ണയിക്കാൻ പറ്റും. അതിനുശേഷമുള്ള ആധുനിക കാവ്യ സംഹിതയെ നിർണ്ണയിക്കാൻ പറ്റും. ഏറ്റവും പുതിയ കാലത്ത് പി രാമനെ പോലെയുള്ളവർ എഴുതുന്ന കവിതകളെയും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമെങ്കിൽ ആ ചരിത്രത്തെ വീണ്ടെടുക്കുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഡയലക്റ്റിക്സ് പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈദിക കാലത്തിൻ്റെ ചരിത്രം ഏതാണ് എന്ന ചോദ്യത്തിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വേദപണ്ഡിതന്മാർ പറയുന്ന കാലം അത് ഹാരപ്പ സംസ്കാരം മുതലാണ് എന്നാണ്. ഹാരപ്പ സംസ്കാരം വൈദികമാണോ അല്ലയോ എന്ന ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ടല്ലോ. അതല്ല എന്ന് പറയാൻ നാം പ്രൂവ് ചെയ്യുന്ന കാര്യം, വൈദിക സംസ്കാരത്തിൻ്റെ ഭാഷയായ സംസ്കൃതം ഹാരപ്പ സംസ്കാരത്തിൻ്റെ ലിപിയുമായി ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ലിപി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല? അക്കാലത്തിനും ശേഷമാണ് ഈ ഇതിഹാസങ്ങളുടെ കാലഘട്ടമെങ്കിൽ ആ ഇതിഹാസത്തിലെ മെറ്റാഫിസിക്സ് ചരിത്രവൽക്കരിക്കാൻ കഴിയുന്നതാണ്. ആ ഇതിഹാസത്തിലെ ദൈവത്തെ ചരിത്രവൽക്കരിക്കാൻ കഴിയുകയാണ് എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാവണം 954 പ്രയാഗ സർവകലാശാലയിൽ തൻ്റെ PhD തീസിസ് സമർപ്പിക്കുമ്പോൾ ലങ്ക സമുദ്രത്തിനപ്പുറമാണോ എന്ന സംശയം കാമിൽ ബുൽക്കെ മുന്നോട്ട് വെച്ചത്. അത് സമുദ്രത്തിനപ്പുറമാണെങ്കിൽ സമുദ്രം താണ്ടിപ്പോകൽ ആര്യധർമ്മമനുസരിച്ച് പാപമല്ലേ? എങ്ങനെ ഒരു ക്ഷത്രിയ രാജാവ് സമുദ്രം താണ്ടിപ്പോകും? ചെങ്കോലിനെ തിരിച്ചു കൊണ്ടുവരുന്ന പുതിയ രാജാക്കന്മാർ എങ്ങനെ സമുദ്രം താണ്ടിപ്പോകും? കുറച്ച് കഴിയുമ്പോൾ സമുദ്രം താണ്ടിപ്പോകുന്നതിന് പകരമുള്ള പ്രക്രിയ ചിലപ്പോൾ കണ്ടുപിടിച്ചേക്കാം. സമുദ്ര ലംഘനം പാപമാണെങ്കിൽ എങ്ങനെയാണ് ഈ ആര്യരാഷ്ട്ര സംഹിത നിങ്ങൾ ചരിത്രപരമായി സ്ഥാപിച്ചെടുക്കുന്നത്? ഇത് ചോദ്യം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. രണ്ടാമത്തേത്, വൈദിക പാരമ്പര്യത്തെക്കുറിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റഡികളിൽ അതിൽ ആര്യ ദസ്യുക്കളുടെ സംഘർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ആദിമമായ വേദത്തിലെ ഋഗ്വേദത്തിലെ ചരിത്ര സന്ദർഭങ്ങളെ നാം പുനരാവിഷ്കരിക്കുമ്പോൾ ഒരു ഇന്ദ്രനാണോ പല ഇന്ദ്രനാണോ? ഈ ഇന്ദ്രൻ ദസ്യുക്കളുമായി നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ചരിത്രപാഠങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിഹാസങ്ങൾക്കുള്ളിലെയും സംഘർഷങ്ങളെ നമുക്കിങ്ങനെ വർഗപരമായ സംഘർഷങ്ങളായി വായിച്ചെടുക്കാൻ പറ്റില്ലേ? ആര്യ ദസ്യുക്കൾ തമ്മിലുള്ള സംഘർഷങ്ങളായി വായിച്ചെടുക്കാൻ പറ്റില്ലേ? ശൈവ വൈഷ്ണവ സംഘർഷങ്ങളായി വായിച്ചെടുക്കാൻ പറ്റില്ലേ? മുതലായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഉജ്ജ്വലമായിട്ടുള്ളൊരു ചോദ്യം അങ്ങനെയാണല്ലോ. അക്ഷൗഹിണിപ്പടയിലെ ആനകളുടെ എണ്ണത്തെ, കുതിരകളുടെ എണ്ണത്തെ, അതിൽ പോരാടുന്നവരുടെ എണ്ണത്തെ DD കൊസാംബി മാത്തമാറ്റിക്കലായി പഠിക്കാൻ എടുക്കുന്നു. നിങ്ങൾ പറയുന്നു കോടിക്കണക്കിന് കുതിരകൾ യുദ്ധത്തിൽ പങ്കെടുത്തു, ലക്ഷക്കണക്കിന് മനുഷ്യർ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു അസംഷൻ ഇങ്ങനെയാണ്: 1,00,000 ആനകൾ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുമെങ്കിൽ ഒരാനയെ പോറ്റാൻ 10 പേര് വെച്ചിട്ട് 10 ലക്ഷം മനുഷ്യർ ഈ ആനയ്ക്ക് സപ്പോർട്ടായിട്ട് യുദ്ധത്തിൽ പോകേണ്ടതില്ലേ? അന്നത്തെ ജനസംഖ്യ വളരെ ചുരുക്കമായിരുന്നു. 40 ലക്ഷമോ അതിൽ താഴെയോ മാത്രമുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെയാണ് 1 കോടി മനുഷ്യർ യുദ്ധത്തിന് പോകുന്നത് എന്ന് പറയുന്ന ഒരു കണക്ക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച്, ന്യൂമെസ്മാറ്റിക്സ് വെച്ചിട്ടല്ല, മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് കൊസാംബി പഠിച്ചെടുക്കുന്നു. ഇതൊരർത്ഥത്തിൽ മിത്തിനെ ഡീമിത്തിഫൈ ചെയ്തുകൊണ്ട് ജനാധിപത്യപരമായി വായിക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നെങ്കിൽ അക്കാലത്ത് അമ്മട്ടിലുള്ള ധാരാളം പഠനങ്ങൾ രൂപപ്പെടുകയുണ്ടായി. പക്ഷെ അത്തരം പഠനങ്ങൾ രൂപപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇതിഹാസ പ്രക്രിയയെ വൈജ്ഞാനികവൽക്കരിക്കേണ്ടി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്.
ബഹുമാനപ്പെട്ട EP അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ വർത്തമാനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം B. രാജീവൻ്റെ ഒരു കൊട്ടേഷനാണ്. അത് ഭാരത പര്യടനത്തെ വ്യാസൻ മടങ്ങി വന്ന് വായിച്ചാൽ വ്യാസൻ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. അത് സത്യത്തിൽ എല്ലാ എഴുത്തുകാർക്കും ബാധകമായൊരു കാര്യമാണ്. ബഷീറിനെ കുറിച്ച് MN വിജയൻ എഴുതിയത് ബഷീർ വായിച്ചാൽ ബഷീർ ഞെട്ടിപ്പോകും. അത് മാമ്പഴത്തെക്കുറിച്ച് വിജയമാഷ് എഴുതിയത് വായിച്ച് വൈലോപ്പിള്ളി ഞെട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വിമർശനത്തിൻ്റെ സ്വാഭാവികമായൊരു ചരിത്രവൽക്കരണമാണെങ്കിൽ അതിനപ്പുറത്ത് പക്ഷേ അതിനൊരു സാധ്യതയുണ്ട്. B. രാജീവൻ മാഷ് പറഞ്ഞതും EP പറഞ്ഞതുമായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് മാരാർ തൻ്റെ ഭാരത പര്യടനത്തിൻ്റെ കെമിസ്ട്രീനെ കുറിച്ച് പറയുന്നൊരു സൂചനയാണ്. ഞാൻ എങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയത്, ഞാൻ എന്തുകൊണ്ട് ഈ കൃതി എഴുതാനിടയായി, അതിൻ്റെ കാരണം അദ്ദേഹം ചെന്ന് തൊടുന്നത് ഭഗവത്ഗീതയിലാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ടെലിവിഷനിൽ മഹാഭാരതത്തെ സീരിയലൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ അവർ ഒഴിവാക്കിയ സാധനം ഈ മഹാഭാരതമാണ്. ഇതെത്ര ശ്രമിച്ചിട്ടും കഥാപാത്രവൽക്കരിക്കാൻ പറ്റുന്നില്ല, ഇതെത്ര ശ്രമിച്ചിട്ടും കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 1-2 എപ്പിസോഡ് കൊണ്ട് ഭഗവത്ഗീതയുടെ ചിത്രീകരണം അവസാനിച്ചു. പക്ഷെ ഈ ഭഗവത്ഗീതയുടെ 18-ാമത്തെ അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗയോഗം വായിക്കുമ്പോൾ, പലവട്ടം വായിക്കുമ്പോൾ, അതിലെന്താണ് ദൈവീ സമ്പത്ത് എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന 26 ദൈവീ സമ്പത്തുകളെ വായിക്കുമ്പോൾ അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമം, യജ്ഞം, സ്വാധ്യായ, സ്തപ, ആർജവം മുതൽ ഇങ്ങനെ അനഹങ്കാരത വരെയുള്ള 26 ദൈവീ സമ്പത്തുകളെ കുറിച്ച് വായിക്കുന്ന കൂട്ടത്തിൽ അധികാരം ദൈവീ സമ്പത്തല്ല, സ്വർണം ദൈവീ സമ്പത്തല്ല, സിംഹാസനം ദൈവീ സമ്പത്തല്ല, രാജ്യം ദൈവീ സമ്പത്തല്ല, കുടുംബം ദൈവീ സമ്പത്തല്ല എന്നാലോചിച്ചാലോചിച്ചു പോയ കുട്ടിക്കൃഷ്ണമാരാർ അതിലാദ്യത്തെ ദൈവീ സമ്പത്തായ അഭയത്തെ അതിൽ നിന്ന് പിക്ക് ചെയ്തിങ്ങെടുത്തിട്ട് ഒരു ചിന്ത വികസിപ്പിച്ചെടുത്തതാണ്. ഏറ്റവും വലിയ ദൈവീ സമ്പത്തായ അഭയം പാണ്ഡവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ജനിച്ച കാലം മുതൽ സ്വർഗാരോഹണം വരെയും അഭയം നഷ്ടപ്പെട്ട ഈ മനുഷ്യരുടെ ജീവിതത്തെ പറ്റി മഹാഭാരതത്തിനുള്ളിൽ നിന്ന് തന്നെ ഡയലക്റ്റിക്കലായി വായിച്ചെടുത്തുകൊണ്ട്, മഹാഭാരതത്തെ വായിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം മഹാഭാരതത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് കുട്ടിക്കൃഷ്ണമാരാർ ഒരു വായന നടത്തുമ്പോൾ ഈ മെറ്റാഫിസിക്സിനെ ചരിത്രവൽക്കരിക്കാൻ കഴിയും എന്നുള്ളൊരു സൂചനയിലേക്കാണ് ഒരുപക്ഷെ എൻ്റെ ചിന്ത പോകുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും നല്ല രാമായണ വാക്യം, അവർ ലീഡർ ഈസ് സ്റ്റാഗറിംഗ്ലി ഇൻകോമ്പിറ്റന്റ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, പരകാര പ്രഭാകർ. അവർ ലീഡർ ഈസ് സ്റ്റാഗറിംഗ്ലി ഇൻകോമ്പിറ്റന്റ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു ശൂന്യതയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഈ വാക്യത്തിന് രാമായണ ചരിത്രത്തോട് ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചാൽ ഉണ്ട്. അത് രാവണൻ സീതാദേവിയെ തടവിൽ പാർപ്പിച്ചതിൻ്റെ ഭാഗമായി ഒരു യുദ്ധം വരുമ്പോൾ ആ യുദ്ധം ജയിക്കാനുള്ള അവസാനത്തെ ആയുധമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ സഹോദരനെ കണ്ടെത്തുന്നു. സഹോദരനാണ് ഉത്തരം. ആ സഹോദരനെ ഉണർത്താൻ തന്നെ കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഖജനാവിൽ നിന്ന് ചെലവിടുന്നത്. പെരുമ്പറ കൊണ്ട് അടിക്കുക, കുത്തുക, കുന്തം വെച്ച് ചവിട്ടുക, ആനയെ കൊണ്ട് അലറി വിളിപ്പിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, എണ്ണ തിളപ്പിക്കുക. അത് വായിച്ചാൽ തന്നെ രസമാണ്. ഒരുപക്ഷെ രാവണൻ സീതാദേവിക്ക് ഭക്ഷണങ്ങളുമായി പോകുന്ന പുനന്നമ്പൂതിരിയുടെ ഉദ്യാനപ്രവേശം വായിച്ച് ചിരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. രസകരമായി മോദകം വരെ അദ്ദേഹം കൊണ്ടുപോകും, അച്ചപ്പം, ഉണ്ണിയപ്പം, പലമാതിരി പലഹാരങ്ങൾ കൊണ്ടുപോണ ആ കഥമാതിരി ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരിക. ആ സഹോദരൻ എണീറ്റ് വരുന്നു. ഉറക്കം തന്നെ ശാപമായി കിട്ടിയ ആ വലിയ മനുഷ്യൻ ഇറങ്ങി വരുന്നു. ഇയാൾ യുദ്ധഭൂമിയിൽ വരുമ്പോൾ വിഭീഷണനോട് ശ്രീരാമൻ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ഈ മഹാനായ മനുഷ്യൻ? അഗ്നിയേക്കാൾ തിളങ്ങുന്ന സൂര്യോദയം പോലെ സൗന്ദര്യവാനായ ഈ മനുഷ്യൻ ആരാണ്? അയാൾ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അർത്ഥശാസ്ത്രാൻ അഭിജ്ഞാനം മിത്രസംകാശാൻ ഉപസംഹിതാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകം. രാവണ അണ്ണ, നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നീ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറെ മന്ത്രിമാരെ പിടിച്ച് ചുറ്റിലും ഇരുത്തിയിട്ട് യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധം രാജ്യത്തെ നശിപ്പിച്ചു കളയും എന്ന് കുംഭകർണൻ പറഞ്ഞു. ആ കുംഭകർണനെ ഉറങ്ങുന്ന വലിയ മുയൽ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, കുംഭകർണൻ ദ റിയൽ എക്കണോമിസ്റ്റ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അമർത്യാസൻ കുംഭകർണനാണെന്നും
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകർണൻ അമർത്യാസെന്നാണെന്നും പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു തിരിച്ചു വായനയ്ക്ക് സാധ്യതയുള്ള അസാധാരണമായിട്ടുള്ള സാഹിത്യകൃതിയാണ് രാമായണവും മഹാഭാരതവും എന്നുള്ളതാണ് നാം ജീവിക്കുന്ന വർത്തമാനകാലത്തിൽ നാം തിരിച്ചറിയേണ്ട പൊയറ്റിക്സ് എന്നുള്ളതാണ് ഒന്നാം ഘട്ടമായി എനിക്ക് പറയാനുള്ളത്. ബാക്കി സമയം കിട്ടുമെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ ഒന്നാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായത്. അതിൻ്റെ രണ്ടാം ഘട്ടം ഇനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നു പോയി, ബാക്കി ഞാനും രണ്ടുപേരും കൂടിയാണ് അത് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ അസീസും സിദ്ദിഖും നമ്മുടെ ഇതിഹാസ കൃതികളെ ഏതു രീതിയിലാണ് പലരും വായിച്ചത്, ഏതു രീതിയിലാണ് പുനരവതരിപ്പിച്ചത്, ഏതു രീതിയിലാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ള വസ്തുതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത് വെച്ച് ആലോചിക്കുമ്പോൾ ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഇതിഹാസങ്ങളെ നമ്മൾ വായിക്കുകയല്ല, പലപ്പോഴും വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും ഈ ഇതിഹാസ കൃതികളൊക്കെ കമ്പോട് കമ്പ് വായിച്ചു തീർത്തു എന്ന് അഭിമാനിക്കാനൊന്നും കഴിയണം എന്നില്ല. പക്ഷേ ആ ഇതിഹാസങ്ങളെപ്പറ്റി വളരെ കൃത്യമായ ധാരണകൾ നമുക്കുണ്ട്. ആ ധാരണകൾ നമുക്ക് എങ്ങനെ ഉണ്ടായി? ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ ഘട്ടത്തിൽ രാമായണ ഭാരതങ്ങളെ പറ്റിയുള്ള വളരെ വിശാലമായ ഒരു ധാരണ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. അത് ആ ക്ലാസ്സുകളിലൂടെ, പഠിച്ച പാഠങ്ങളിലൂടെ, അത് വിശദീകരിച്ചു തന്ന അധ്യാപകരിലൂടെ ഞാൻ ഉൾക്കൊണ്ടതാണ്. അപ്പം നേരിട്ട് ഇതിഹാസങ്ങളെ വായിച്ചല്ല, മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങൾ വായിച്ചാണ് നമ്മൾ അതിൻ്റെ പൊരുൾ കണ്ടറിയുന്നത്. ഇപ്പം ഇവിടെ രാമായണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വാൽമീകിയുടെ രാമനെയാണോ നമ്മൾ വായിച്ചത്, അതല്ല അധ്യാത്മ രാമായണത്തിലെ രാമനെയാണോ നമ്മൾ വായിച്ചത് എന്നുള്ള ചോദ്യം വേറെ വരുന്നു. 8ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഭക്തിപ്രസ്ഥാനത്തിന് ബീജാവാപം ചെയ്തുകൊണ്ട് രൂപം കൊണ്ട ആരെഴുതിയെന്ന് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത അധ്യാത്മ രാമായണം, അത് വാൽമീകി രാമായണത്തിലെ രാമനെ ഒരു പുതിയ പാഠമായി അവതരിപ്പിച്ച കാവ്യമാണ്. ആ കാവ്യമാണ് നമ്മൾ കേരളീയരാദ്യമായി വായിക്കുന്നത് എഴുത്തച്ഛൻ്റെ പരിഭാഷയിലൂടെ, കിളിപ്പാട്ടിലൂടെ. പക്ഷേ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടും എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടുമൊക്കെ, രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമൊക്കെ നമുക്ക് എന്നാണ് വായിക്കാൻ കിട്ടിയത്? 1821 കേരളത്തിൽ മലയാളം അച്ചടി ഉണ്ടാകുന്നുള്ളൂ. അതിനുശേഷം 1850 ശേഷമാണ്, 1850നും 1890നും ഇടയിലുള്ള 40 വർഷങ്ങൾക്കിടയിലാണ് എഴുത്തച്ഛൻ്റെ രാമായണ ഭാരതങ്ങൾ ഇവിടെ അച്ചടി രൂപത്തിൽ നമുക്ക് ലഭ്യമായത്. അതിനു മുമ്പേ താളിയോലകളിൽ അത് പകർത്തി വായിച്ചിട്ടുള്ള വളരെ ചുരുക്കം പേരുണ്ടാകാം. ആ ചുരുക്കം പേരിലൂടെ രാമായണ ഭാരതങ്ങളെ പറ്റിയുള്ള ധാരണകൾ നമ്മുടെ സമൂഹം അന്നേ ഉൾക്കൊണ്ടു കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് നേരിട്ട് വായിക്കാൻ കഴിഞ്ഞപ്പോൾ അതെന്താണ് എന്ന് ആ മഹാകവികളുടെ ആ ആത്മാവിനെ കണ്ടെത്താവുന്ന രീതിയിലുള്ളൊരു പുതിയ വായനയ്ക്ക് നമുക്ക് അവസരം കിട്ടി. അത് വെച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. വളരെ വിവാദമായ, അതേസമയം പ്രസിദ്ധമായ കുട്ടികൃഷ്ണമാരായുടെ വാൽമീകിയുടെ രാമൻ, ആ വാൽമീകിയുടെ രാമൻ അധ്യാത്മ രാമായണത്തിലെ രാമനല്ല എന്നും വാൽമീകി രാമായണത്തിലെ രാമനാണ് എന്നുമൊക്കെ നമുക്കിന്ന് കൃത്യമായിട്ടറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം വാൽമീകി രാമായണമല്ല അദ്ദേഹത്തിന് പ്രിയങ്കരമായത്, അധ്യാത്മ രാമായണമായിരുന്നു. അത് സ്വദേശീയ രചനയാണ്. അധ്യാത്മ രാമായണം ഒരു സ്വദേശീയ രചനയാണ്. ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒരു കാവ്യ രചന എന്നുള്ള നിലയിൽ എഴുത്തച്ഛന് അധ്യാത്മരാമായണം കൂടുതൽ പ്രിയങ്കരമായി തീർന്നതിൽ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒട്ടുമേ അത്ഭുതപ്പെടാനില്ല എന്നതാണ്. അപ്പോൾ വാൽമീകിയുടെ രാമൻ കുട്ടികൃഷ്ണമാരാർ അവതരിപ്പിക്കുമ്പോൾ ആ പ്രസിദ്ധമായ പാഠം, ആ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദൈവപുരുഷനായിരുന്നില്ല, രാമനായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം വായിച്ച് ആവേശം കൊണ്ടിട്ടുള്ളതാണ്. പിൽക്കാലത്ത് മാരാർ അതിനെ തള്ളിപ്പറഞ്ഞു എങ്കിലും ആ പ്രബന്ധത്തിൻ്റെ അത്രയും സമഗ്രമായ ഒരു പ്രബന്ധം, യുക്തിഭദ്രമായൊരു പ്രബന്ധം മലയാളത്തിൽ അതിനു മുമ്പോ അതിന് പിമ്പോ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിഹാസ കൃതികൾ വായിക്കപ്പെടുകയല്ല, വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാണ്. കുട്ടിക്കൃഷ്ണമാരാർ കൊടുത്ത വ്യാഖ്യാനത്തിലൂടെയാണ് വാൽമീകിയുടെ രാമനെ കേരളം പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇതിഹാസ കൃതികളിൽ നിന്ന് പുതിയ പാഠങ്ങൾ എടുത്ത് അത് സമൂഹത്തിന് കൂടുതൽ ആഹ്ലാദകരവും അനുഭവവേദ്യവുമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. കാളിദാസൻ്റെ ശാകുന്തളം നാടകം ഒരു ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അതുതന്നെ 2000-ഓളം വർഷങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു രചന. അതിൽ മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനമാണ് അദ്ദേഹം ഉപജീവിക്കുന്നത്. പക്ഷേ മഹാഭാരതത്തിലെ ദുഷ്യന്തനെ അല്ല കാളിദാസൻ അവതരിപ്പിക്കുന്നത്, മറിച്ച് കാളിദാസൻ ഒരു പുതിയ ദുഷ്യന്തനെയാണ് അവതരിപ്പിച്ചത്. ആ പുതിയ ദുഷ്യന്തൻ എന്ന് പറയുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതിയിലെ ഒരു രാജാധികാരി ഏതു തരത്തിൽ ദുഷിച്ചു പോകുന്നു എന്നുള്ളതിനെ വളരെ ഭംഗിയായി പുനരവതരിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുകയാണ്. കാളിദാസൻ ദുഷ്യന്തനെ വെള്ളപൂശിയെന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വാസ്തവത്തിൽ മഹാഭാരതവും കാളിദാസൻ്റെ ശാകുന്തളവും താരതമ്യം ചെയ്തുകൊണ്ട് വായിച്ചാൽ നമുക്കറിയാവുന്നത് കാളിദാസൻ ദുഷ്യന്തനെ കരിപൂശുകയാണ് ചെയ്തത് എന്നാണ്. എന്താണ് കരിപൂശത് എന്ന് ചോദിച്ചാൽ, കാളിദാസന് പരിചയമുള്ള അന്നത്തെ ഭൗതിക അധികാരികളുടെ ഒരു പ്രതീകമായി ദുഷ്യന്തനെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു രാജാവ്, ഭോഗലാലസനായ, വിഷയിലമ്പടനായ, ഭീരുവായ ഒരു രാജാവായിട്ടാണ് ദുഷ്യന്തനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അന്നത്തെ രാജാക്കന്മാർ ആ രീതിയിലായിരുന്നു എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനമായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ വ്യാസൻ്റെ ദുഷ്യന്തൻ അങ്ങനല്ല. വ്യാസൻ്റെ ദുഷ്യന്തൻ ആദിപർവം 62 മുതൽ 69 വരെയുള്ള അധ്യായങ്ങളിലാണ് ശാകുന്തള ഉപാഖ്യാനം നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് ദുഷ്യന്തന് സൂപ്പർലെറ്റീവ്സ് കൊടുത്താണ് വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പുരുഷോത്തമനാണ്, നരഷഭനാണ്, ധർമ്മ നീതി സമ്പന്നനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം രാജർഷി തന്നെയായിരുന്നു എന്ന് പറഞ്ഞാണ് വ്യാസൻ ദുഷ്യന്തനെ അവതരിപ്പിക്കുന്നത്. രാജർഷിയായ ദുഷ്യന്തൻ ഏറ്റവും നല്ല വിശേഷണങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിശേഷണത്തിനും അർഹതയില്ലാത്ത ഒരു ദുഷ്യന്തനെയാണ് നമ്മൾ ശാകുന്തളം നാടകത്തിൽ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു പിൽക്കാലത്തെ വ്യാസൻ്റെ ദുഷ്യന്തനേക്കാൾ ഇന്ത്യക്കാർ പൊതുവെ പരിചയപ്പെട്ടത് കാളിദാസൻ്റെ ദുഷ്യന്തനെയാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത് പുതിയൊരു പാഠമാണ്. അപ്പോൾ ഇവിടെ ഈ ഇതിഹാസങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പറയുകയുണ്ടായി. ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്ത് നിലവിലുള്ള ചില കഥകൾ പ്രതിഭാശാലിയായ ഒരു മഹാകവി അത് അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ അതിന് പുതിയ രൂപം നൽകി അവതരിപ്പിക്കുമ്പോൾ ഒരു ഇതിഹാസമാകുന്നു. ആ ഇതിഹാസം വായിച്ചു കഴിയുമ്പോൾ ആ ഇതിഹാസത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആ പുതിയ പാഠങ്ങളെ പുതിയ ഇതിഹാസങ്ങളാക്കി മാറ്റുന്നു എന്ന് വിചാരിക്കേണ്ട. ആ പുതിയ പാഠങ്ങളെ ആ വായിച്ച ആളിൻ്റെ മനോഭാവം അനുസരിച്ച് രൂപപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സമകാലീന സാഹചര്യങ്ങളനുസരിച്ച് പുനരവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതിഹാസങ്ങളെ നമ്മൾ പുനരാഖ്യാനങ്ങളിലൂടെയും പുനരാവിഷ്കാരങ്ങളിലൂടെയുമാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. ഇവിടെ അവയുടെ പുനരാഖ്യാനങ്ങളെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ വേണ്ടി മാലി തയ്യാറാക്കിയ മാലി ഭാരതം, അതുപോലെ കുഞ്ഞുണ്ണി മാഷ് തയ്യാറാക്കിയ കുഞ്ഞുണ്ണി മാഷിൻ്റെ മഹാഭാരതം, സുഗതകുമാരി പരിഭാഷപ്പെടുത്തിയ മഹാഭാരതം ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. ഇതൊക്കെ വായിച്ചാണ് നമ്മൾ ഈ മഹാഭാരതത്തെയും രാമായണത്തെയും ഒക്കെ ആദ്യമായി പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിഹാസങ്ങളുടെ ഒരു പ്രത്യേകത അത് ഏതു കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ സഹായകമായ ബഹുസ്വരതയുള്ള മഹത്തരങ്ങളായ കാവ്യങ്ങളാണ് എന്നാണ്. അതിനെ നമ്മൾ നമ്മുടെ താല്പര്യമനുസരിച്ച് നമ്മുടെ സാഹചര്യമനുസരിച്ച് വ്യാഖ്യാനിക്കുകയും പുനരവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതേപ്പറ്റിയൊക്കെയാണ് ഇവിടെ അസീസും സിദ്ദിഖും ഒക്കെ വളരെ പണ്ഡിതോചിതമായി വിശകലനം ചെയ്തത്. നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് ഇതേപ്പറ്റി അസീസിന് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണം എന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയ ഒരു ശില്പമല്ല. അതിന് അനേകം അടരുകളും
അനേകം ഭഗവേദങ്ങളും ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അനേകം പാഠങ്ങളുണ്ട് എന്ന കാര്യം നമുക്ക് രാമായണങ്ങൾ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണത്തിൽ ഒരു സന്ദർഭമുണ്ട്. അയോധ്യാകാന്ഡത്തിൽ രാമനും സംഘവും കാട്ടിലേക്ക് പോകുമ്പോൾ സീത പറയുന്നു എന്നെയും കൂടെ കൂട്ടണം എന്ന് പറയാണ്. അപ്പോൾ രാമൻ ഓരോ തടസ്സങ്ങൾ പറയും. അവിടെ വന്നാൽ കല്ലുണ്ട്, മുള്ളുണ്ട്, ഹിംസ്ര ജന്തുക്കളുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പറയാണ്. അപ്പോൾ സീത പറയും വീണ്ടും എന്നെയും കൂട്ടണം എന്നാവശ്യപ്പെടും. ഇത് പലവട്ടം ആവർത്തിച്ചപ്പോൾ രാമൻ തടസ്സം പറയുന്നു. ആ സമയത്ത് സീത പറയുന്നുണ്ട്, പല കവികൾ എഴുതിയ രാമായണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതിലൊന്നും സീതയെ കൂട്ടാതെ രാമൻ കാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ കഥ തെറ്റിക്കരുത് എന്ന് സീത അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ, ഒരിക്കലും പോയിട്ടില്ല സീതയെ കൂട്ടാതെ എന്ന് സീത തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കഥാപാത്രം കഥയിൽ ഇടപെടുകയാണ്. നമ്മൾ പോസ്റ്റ് മോഡേൺ കഥയിലൊക്കെ പറയുമല്ലോ, കഥാപാത്രം കഥയിൽ ഇടപെടുന്നു എന്ന രീതിയിൽ. ഇത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണത്തിൽ തന്നെയുണ്ട്. ഇനി തുളസീദാസിൻ്റെ രാമചരിത മാനസത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണാം, രാമ ഈസ് ബോൺ ഇൻ കൗണ്ട്ലെസ് വേയ്സ്, ദർ ആർ ടെൻസ് ഓഫ് മില്യൺസ് ഓഫ് രാമായണാസ് എന്ന്. ഇത് കമ്പറും പറയുന്നുണ്ട് മറ്റൊരു രീതിയിൽ. അപ്പോൾ വളരെ മുമ്പ് തന്നെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ രാമായണത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ച് ഈ രാമായണങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച AK രാമാനുജൻ്റെ 300 രാമായണാസ് 5 എക്സാമ്പിൾസ് 3 തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻസ് എന്ന പ്രബന്ധം തുടങ്ങുന്നത് ഒരു നാടോടി കഥ ഉദ്ധരിച്ചുകൊണ്ടാണ്. ആ കഥ നല്ല രസകരമാണ്. ഒരിക്കൽ രാമനും ഹനുമാനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാമൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരം ഊരി താഴേക്ക് വീണുപോവാണ്. ആ മോതിരം ഉരുണ്ടുരുണ്ട് ഒരു മാളത്തിലൂടെ പാതാള ലോകത്തേക്ക് പോവാണ്. അപ്പോൾ ഹനുമാനോട് രാമൻ ആവശ്യപ്പെടുകയാണ് മോതിരം വീണ്ടെടുക്കാൻ വേണ്ടി. ഹനുമാന് പർവ്വതത്തോളം ഉയരാനും പറ്റും, ചെറിയ ഉറുമ്പിനെ പോലെ ചെറുതാവാനും പറ്റും. ഹനുമാൻ ഉടനെ ആ മാളത്തിലൂടെ ചെറിയ രൂപം പ്രാപിച്ച് അടിയിലേക്ക് പോകുന്നു. അങ്ങനെ പാതാള ലോകത്തെത്തുന്നു. പാതാള ലോകത്തെത്തിയപ്പോൾ അവിടുത്തെ പ്രേതാത്മാക്കളുടെ രാജാവാണ് അവിടെയുള്ളത്, ഭരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ഈ രാജാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹനുമാൻ ഹാജരാക്കപ്പെടുകയാണ്. അപ്പോൾ ഹനുമാനോട് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു, ആഗമന ഉദ്ദേശം. അപ്പോൾ ഹനുമാൻ പറയാണ്, എൻ്റെ രാമൻ്റെ മോതിരം താഴേക്ക് വീണുപോയി, അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന്. ആ സമയത്ത് പ്രേതാത്മാക്കളുടെ രാജാവ് പറയാണ് പരിചാരകരോട് മോതിരം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഒരു താലത്തിൽ നിറയെ മോതിരമായിട്ട് അവർ വരികയാണ്. ഹനുമാൻ ആകെ കുഴങ്ങിപ്പോവാണ്, ഇതേത് മോതിരം എടുക്കണം, ഒരേപോലുള്ള മോതിരങ്ങൾ. അങ്ങനെ കുഴങ്ങുന്ന സന്ദർഭത്തിൽ പ്രേതാത്മാക്കളുടെ രാജാവ് പറയാണ്, പേടിക്കണ്ട, ഇത് എല്ലാം രാമൻ്റെ മോതിരങ്ങളാണ്, പല കാലത്തായി അനേകം രാമന്മാർ വന്നിട്ടുണ്ട്, അവരുടെ ഓരോ അവതാരങ്ങൾ പൂർത്തിയാവുമ്പോൾ മോതിരം ഇതേപോലെ ഊരിപ്പോരും, അതൊക്കെ എടുത്ത് ഞാൻ ശേഖരിക്കുകയായിരുന്നു, ഇതിൽ നിന്ന് താങ്കളുടെ രാമൻ്റെ മോതിരം എടുത്തുകൊള്ളുക എന്ന്. അങ്ങനെ ആകെ കുഴങ്ങി അവസാനം ഈ ഒരു കഥ എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, താങ്കൾ ഇനി തിരിച്ചു പോകുമ്പോൾ താങ്കളുടെ രാമൻ അഥവാ ലവകുശന്മാരുടെ അച്ഛനായ രാമൻ അവിടെ ഉണ്ടാവില്ല, അദ്ദേഹം സരയൂ നദിയിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടാകും എന്ന് പ്രേതാത്മാക്കളുടെ രാജാവ് സൂചിപ്പിക്കുകയാണ്. ഇത് വ്യക്തമാക്കുന്നത് നമുക്ക് ഒരു രാമായണമോ ഒരു രാമപാരമ്പര്യമോ ഒന്നുമല്ല ഉള്ളത് എന്നുള്ളതാണ് ഈ നാടോടി കഥ ഇവിടെ വ്യക്തമാക്കുന്നത്. നേരത്തെ സാന്ദർഭികമായിട്ട് സിദ്ദീഖ് സൂചിപ്പിച്ചു ഇതിൻ്റെ കാലത്തെക്കുറിച്ച്. ഏത് കാലത്ത് എഴുതപ്പെട്ട കൃതിയാണ് വാൽമീകി രാമായണം എന്നൊരു ചോദ്യമുണ്ട്. അതിന് 2 തരം ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ ഉത്തരം വിശ്വാസികളുടെ ഉത്തരമാണ്. നമുക്കതിന് യുഗ കണക്ക് അല്ലെങ്കിൽ മന്നൊന്തരങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അത് ഹിസ്റ്റോറിക്കൽ അല്ല, പക്ഷേ ആ കാലവും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഇറക്കിയ വേദഹൃദയത്തിലൂടെ എന്ന പുസ്തകത്തിൽ ഒരു രാമൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാളാണ് അത് രചിച്ചത്. ആ പുസ്തകത്തിൽ ഈ യുഗങ്ങളുടെ കണക്ക് കൃത്യമായി കൊടുക്കുന്നുണ്ട്, എത്ര ലക്ഷം വർഷമാണ് ഒരു യുഗം എന്നൊക്കെ. അത് വെച്ച് നോക്കിയാൽ 1,81,49,115 വർഷം മുമ്പാണ് വാൽമീകി രാമായണം എഴുതപ്പെടുന്നത്. ഞാൻ ഈ 15 എന്നൊരു കണക്ക് പറഞ്ഞത് 2008 ഞാൻ എൻ്റെ തീസിസിൽ എഴുതിയ വർഷമാണ്. അത് കഴിഞ്ഞ് ഇനിയും 10-15 വർഷമായി, അതും കൂടെ കൂട്ടി പറയാം. അപ്പോൾ അത് ഒരു വിശ്വാസിക്ക് അങ്ങനെ വിശ്വസിക്കാം. അത് വിശ്വാസിയുടെ കാലഘടനയാണ്, മിത്തിക്കൽ കാലമാണ്, ഹിസ്റ്റോറിക്കൽ അല്ല. കാരണം 1,81,49,000 വർഷം മുമ്പ് മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചോദ്യമാണ്, വസ്തുനിഷ്ഠമായ ചോദ്യമാണ്. അങ്ങനെ കഥയിൽ ചോദ്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതേസമയം രാമായണത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള അസംഖ്യം പണ്ഡിതന്മാർ,
അതിൽ പാശ്ചാത്യ പണ്ഡിതന്മാരുണ്ട്, പൗരസ്ത്യ പണ്ഡിതന്മാരുണ്ട്. അവർ വാൽമീകി രാമായണത്തിൻ്റെ കാലം നിർണ്ണയിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ലിവിങ് രാമായണാസ് എന്ന ഈ പുസ്തകത്തിൽ ആ കാലങ്ങൾ എന്താ പറയുക അതിൻ്റെ ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എച്ച് യാക്കോബി എന്ന് പറയുന്നൊരു വെസ്റ്റേൺ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ രാമായണ പഠനം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയുന്നത് BC 6th or 8th നൂറ്റാണ്ടുകൾക്കിടയിലാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതേപോലെ തന്നെ ക്ലേഗൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ BC 11th സെഞ്ച്വറിയിലാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ഗൊരേസിയോ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഏകദേശം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് 12th സെഞ്ച്വറിയാണ്. അതേപോലെ തന്നെ CB വൈദ്യ എന്ന ഇന്ത്യൻ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് BC 2ാം നൂറ്റാണ്ടിലാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതേപോലെ തന്നെ കീത്ത് എന്ന ഒരു പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ BC 4ാം നൂറ്റാണ്ടിന് ശേഷമാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിനെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് നേരത്തെ പ്രയാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത, നേരത്തെ സിദ്ദീഖ് സൂചിപ്പിച്ച കാമിൽ ബുൽക്കെ, നമ്മുടെ സാഹിത്യ അക്കാദമിയാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് 1974 രാമകഥ ഉത്ഭവവും വളർച്ചയും എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെയൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് BC 300-ാം ആണ്ടിന് മുമ്പ് എന്നൊരു വർഷം പറയുന്നുണ്ട്. അപ്പോൾ കാമിൽ ബുൽക്കെ അദ്ദേഹത്തെക്കുറിച്ച് കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ചരിത്രഘട്ടത്തിൽ അദ്ദേഹം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ഒരു ബെൽജിയം ജസ്യൂട്ട് പാതിരിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ക്രിസ്തുമത പ്രചരണവും മറ്റു പല ലക്ഷ്യങ്ങളുമായിട്ടാണ്. അദ്ദേഹം ആദ്യം ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഡിഗ്രി എടുക്കുന്നു, ഹിന്ദി ഭാഷയിലും സാഹിത്യത്തിലും. അതിനുശേഷം പ്രയാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അദ്ദേഹം സംസ്കൃതത്തിൽ MA ഡിഗ്രി എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം രാമകഥ ഉൽപ്പത്തി ഓർ വികാസ് എന്ന വിഷയത്തിൽ PhD എടുക്കുന്നു. അപ്പോൾ രാമായണത്തെക്കുറിച്ച് പഠിച്ച ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം ഒരു ജസ്യൂട്ട് പാതിരിയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും രാമായണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റൊരു ധാരണയുണ്ട്, ഇത് സംസ്കൃതത്തിലുള്ള ഒരു ടെക്സ്റ്റ് മാത്രമാണെന്ന്. ഇന്ത്യയിലെ 3 പ്രബല രാമായണങ്ങൾ ഞാൻ പറയും അത് 3 ഭാഷകളിലാണ് ഉണ്ടായിട്ടുള്ളത്. വാൽമീകി രാമായണം തീർച്ചയായിട്ടും സംസ്കൃതത്തിലാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൈനരുടെ പൗമചരീയം പ്രാകൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പൗമചരീയം എന്നത് പത്മചരിതം എന്ന പേരിൽ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൗദ്ധരുടെ ബൗദ്ധ ദശരഥ ജാതകം, അനാമകൻ ജാതകം പോലുള്ള കൃതികൾ എഴുതപ്പെട്ടിട്ടുള്ളത് പാലി ഭാഷയിലാണ്. അതിൽ തന്നെ നമുക്കൊരു ബഹുസ്വരത കാണാം. അങ്ങനെ ഇന്ത്യയിലെ 3 പ്രബല ഭാഷകളിൽ പ്രബല രാമായണങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഇത് വ്യത്യസ്ത സമൂഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പറയാം, ഓരോ നാട്ടിലും പെയ്യുന്ന മഴയ്ക്ക് ആ നാട്ടിൻ്റെ ഗന്ധം, ആ മണ്ണിൻ്റെ ഗന്ധം ഉണ്ടാവുന്നത് പോലെ ഓരോ നാട്ടിലേക്കും പെയ്തിറങ്ങിയ രാമായണങ്ങൾക്ക് ആ നാടിൻ്റെ ഗന്ധവും രുചിയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വയനാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത എൻ്റെ വയനാടൻ രാമായണം എന്ന പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററായി കൊടുത്ത വയനാട്ടിലെ റാവുള കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ അതിന് അടിയ രാമായണം എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ മാധവി വൈദ്യർ എന്നയാൾ പറഞ്ഞു ആ കമ്മ്യൂണിറ്റി മുഴുവൻ ആ കഥ ഷെയർ ചെയ്യുന്നില്ല. അതും കൂടെ ഇവിടെ സൂചിപ്പിക്കേണ്ടതാണ്. കാരണം ഇത് ആദിവാസികളുടെ ട്രഡീഷണൽ അങ്ങനെ എന്താ പറയുക, കേരളത്തിൽ അത്ര പ്രബലമല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ആ കഥയിൽ രാമനെയും അതേപോലെ തന്നെ ഹനുമാനെയും ഒക്കെ ഒരു മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് ആദിവാസി ദേവന്മാരായ മല്ലപ്പനും സിദ്ധപ്പനും നെഞ്ചപ്പനും ഒക്കെ ഗോത്ര കോടതിയിൽ വെച്ച് രാമനെ വിചാരണ ചെയ്യുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടുണ്ടോ, കുട്ടികളെ പരിപാലിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൗണ്ടർ നരേഷൻസ് ഇന്ത്യയിൽ അസംഖ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആസാമിൽ നിന്നുള്ള കർബി രാമായണം, ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള ചന്ദ്രപതി രാമായണം, 16ാം നൂറ്റാണ്ടിൽ ചന്ദ്രപതി എന്ന സ്ത്രീ എഴുതിയ രാമായണമാണ് ചന്ദ്രപതി രാമായണം. വളരെ രസകരമായ ഒരു ആഖ്യാനമാണ് അതിൽ നമ്മൾ കാണുന്നത്. ബംഗാളിലെ മൈമൻ സിംഗ് എന്ന സ്ഥലത്ത് 16ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സ്ത്രീയാണ് ചന്ദ്രപതി. ആ കൃതിയിൽ സീത ഇന്നത്തെ ഒരു ഫെമിനിസ്റ്റിനെ പോലെ, ഒരു സ്ത്രീമോചകവാദിയെ പോലെ വളരെ ക്ഷുഭിതയായിക്കൊണ്ട് രാമനോട് പറയുന്നുണ്ട്, നിങ്ങൾ കൊന്ന അനേകം പുരുഷന്മാരുടെ ഭാര്യമാരുടെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീത സംസാരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു രാമായണം നമുക്കുണ്ടായിട്ടുണ്ട്. അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് അത് ഏറെക്കുറെ എന്താ പറയുക വിസ്മൃതിയിലേക്ക് പോവുകയും വാമൊഴിയിലൂടെ ആ രാമായണം പ്രചരിക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് വീണ്ടും ചന്ദ്രപതി രാമായണം ടെക്സ്റ്റായിട്ട് വന്നു. അത് വളരെ ഡിഫറെൻ്റ് ആയൊരു ടെക്സ്റ്റാണ്. ഇത്തരത്തിൽ സ്ത്രീകൾ എഴുതിയ രാമായണങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ ദളിത് രാമായണങ്ങൾ, ഇത്
പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ വരാറില്ല. ആദിവാസി രാമായണങ്ങൾ, ഇന്ത്യയിലെ അസംഖ്യം ആദിവാസി വിഭാഗങ്ങൾക്ക്, അത് സാന്താളി മുതൽ എന്താ പറയുക ഭീൽ, അതേപോലെ തന്നെ മറ്റ് പല വിഭാഗങ്ങൾക്കും, ഞാനത് എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇടയിലൊക്കെ തന്നെ രാമായണങ്ങളുണ്ട്. പക്ഷേ അതിൽ പലപ്പോഴും നമ്മൾ രാമൻ്റെ താഴെയുള്ള ദേവീദേവന്മാരല്ല അവരുടെ ദേവീദേവന്മാർ, മറിച്ച് പലപ്പോഴും അവരുടെ ദേവീദേവന്മാരുടെ താഴെയാണ് രാമൻ്റെ സ്ഥാനം. ഇങ്ങനെയൊക്കെയുള്ള ആഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ രാമായണം നിലനിൽക്കുന്നത് ഒരു ടെക്സ്റ്റുവൽ ട്രഡീഷൻ എന്ന നിലക്കല്ല, എഴുതപ്പെട്ട ഒരു രാമായണം എന്ന നിലക്ക് മാത്രമല്ല, എഴുതപ്പെടാത്ത വാമൊഴിയിലൂടെ പ്രചരിക്കുന്ന രാമായണങ്ങളിലൂടെയും രാമായണം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 20 അയോധ്യകളെക്കുറിച്ച്. ആ സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഈ കഥ ഇവിടെ നടന്നു എന്നാണ്. ഇപ്പോൾ തായ്ലാൻഡിൽ അയോധ്യ എന്ന സ്ഥലമുണ്ട്, അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടെയാണ് ഈ കഥയൊക്കെ എന്നാണ്. ഈ അടുത്ത കാലത്ത് നേപ്പാളിലെ രാജാവ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന കഥയാണ്, ഇന്ത്യ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ മുകളിൽ എന്താ പറയുക ആക്രമണം നടത്തുകയാണ്, അധിനിവേശം നടത്തുകയാണെന്ന്. ആ സമയത്ത് ഞാൻ കൗണ്ടർ കറണ്ടിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ പറയാം, കാരണം മിഥിലാപുരി ഇപ്പോൾ നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക സീതാദേവി ജനിച്ച സ്ഥലം ഒക്കെ എവിടെയാണ്? നേപ്പാളിൽ 2 അയോധ്യകളുണ്ട്, ഒന്നല്ല, പാകിസ്ഥാനിലുണ്ട്, മറ്റു പലയിടത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടെയാണെന്നാണ്, അവർക്ക് അങ്ങനെ വിശ്വസിക്കാം, ഇത് കഥയാണ്. ഇപ്പോൾ പലപ്പോഴും കേരളത്തിന് പുറത്ത് സെമിനാറുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇൻ്റർനാഷണൽ സെമിനാറുകളിൽ, കേരളത്തിൽ ആ ചോദ്യം ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോഴും ഉയർന്നിട്ടില്ല, ഉള്ളിലുണ്ടാവാം, ആരും ചോദിക്കുന്നില്ല. ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യം രാമായണം ചരിത്രമാണോ ഐതിഹ്യമാണോ എന്നാണ്. ഞാനതിനെ ഒറ്റയടിക്ക് ഉത്തരം കൊടുക്കൽ ഇത് ആ ചോദ്യം തന്നെ അബ്സൈഡിറ്റി എന്നാണ്. കാരണം ഒരു രാമായണത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ അപ്രസക്തമാണ്. അതേസമയം മിത്തിനെ വായിക്കാനുള്ള പുതിയ ടൂൾസ് നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പരശുരാമൻ മഴയെറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന ഒരു ഐതിഹ്യം പറയുമ്പോൾ നമുക്ക് ആ മിത്തിനെ ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വായിക്കാം. കാരണം 8-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് നമ്പൂതിരിമാരുടെ വരവുണ്ടാവുന്നു, ആര്യാധിനിവേശം ഉണ്ടാവുന്നു. 12-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് എന്താ പറയുക ബ്രഹ്മസം ദേവസ്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമി മുഴുവൻ അവരുടെ കയ്യിലാവുന്നു, ആധിപത്യം അവരുടെ കയ്യിലാവുന്നു. അപ്പോൾ ആ വന്ന സംഘത്തിൻ്റെ ഒരു തലവനാകാം. കാരണം കേരളത്തിൽ എറിഞ്ഞത് മഴുവാണെങ്കിൽ ഗോവയിൽ എറിഞ്ഞത് മുറമാണ്, ആസാമിൽ എറിഞ്ഞത് അരിയാണ്, പലയിടത്തിലും പലതും എറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പല മിത്തിക്കൽ കഥയാണുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഏത് മിത്തിനെയും നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്ത് വായിക്കാൻ പറ്റണം. മിത്തായി എടുക്കുമ്പോൾ ഇപ്പോൾ KN പണിക്കരുടെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത് ചരിത്രവും മിത്തും ഐതിഹ്യവും 2ആണ്, മിത്തും ചരിത്രവും 2ആണ്. മിത്തിനെ ചരിത്രമാക്കുമ്പോൾ ചരിത്രകാരൻ ചരിത്രത്തോട് വിട പറയുന്നു എന്നാണ്. പക്ഷേ ഇന്ത്യൻ മിത്തോളജിയെ എന്താ പറയുക ചരിത്രപരമായി, അതിനെ ഭൂമിശാസ്ത്രപരമായി, അതേപോലെ തന്നെ മറ്റ് പല രീതിയിലുമുള്ള പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മിത്ത് ആൻഡ് റിയാലിറ്റി പോലുള്ളൊരു കൃതി, കൊസാംബിയുടെ കൃതി, അല്ലെങ്കിൽ HD സംഗാലിയുടെ രാമായണ പഠനങ്ങൾ, അസംഖ്യം കൃതികൾ, ഞാൻ 1-2 അല്ല, സമീപകാലത്തുണ്ടായ നിരവധി രാമായണ പഠനങ്ങൾ. ആ രാമായണ പഠനങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള പുതിയ വായനകൾ നടക്കുന്നുണ്ട്. രാമായണത്തെ ചരിത്രവൽക്കരിക്കുന്ന ഒരു കാലത്ത്, മിത്തിനെ ചരിത്രവൽക്കരിക്കുന്ന ഒരു കാലത്ത് അതിനെ ആ രീതിയിൽ നമ്മൾ നേരിടേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു ബൗദ്ധ പാരമ്പര്യത്തെ ദശാവതാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ, ബുദ്ധനെ ദശാവതാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ ബുദ്ധൻ്റെ പേരിലുള്ള ഒരു രാമായണത്തെ കൂടി നമ്മൾ വായിക്കേണ്ടി വരും, ഉയർത്തിപ്പിടിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ കാണുന്നത് വാരാണസിയാണ് ദശരഥ മഹാരാജാവിൻ്റെ രാജധാനി എന്ന പാഠം. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അടുത്ത കാലത്തായി രാമായണത്തെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേക്കുള്ള വഴിയൊരുക്കുമ്പോൾ അതിനെ ചെറുക്കുവാനുള്ള ആയുധങ്ങൾ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഏത് പാഠത്തിനും നമുക്ക് മറുപാഠം അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നത് ഈ രാമകഥയെ തന്നെയാണ്. മഹാഭാരതത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ടെലിവിഷൻ രാമായണങ്ങളെക്കുറിച്ച്. 90-കളുടെ 80-കളുടെ അവസാനം നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ രാമായണം വന്നു. ദൂരദർശനിലൂടെ രാമാനന്ദ് സാഗറിൻ്റെ രാമായണം കാണിക്കുന്നു. അത് കാണിച്ചപ്പോൾ പിന്നീട് സംഭവിച്ചത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ലവകുഷ് എന്ന സീരിയൽ വരുന്നു. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ അസംഖ്യം ചാനലുകളിൽ രാമായണ സീരിയലുകൾ പല വിധത്തിൽ വരുന്നു. അതിനെക്കുറിച്ചുള്ള റോമിള താപ്പറിൻ്റെ പഠനം വളരെ പ്രസിദ്ധമാണ്, രാമായണ സിൻഡ്രം എന്ന പഠനം. അത്തരത്തിലുള്ള ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ചെയ്തത് ഈ ഇതിഹാസ ടെലിവിഷൻ പാഠത്തെ മുൻനിർത്തി അതിൽ അഭിനയിച്ച ആളുകൾ പിന്നീട് സ്ഥാനാർത്ഥികളാവുന്നു, അവർ ലോകസഭയിലെത്തുന്നു, അതേപോലെ അവരെ തെരുവിൽ നിന്ന് കണ്ടാൽ കാല് തൊട്ട് വന്ദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവരുടെ കഥാപാത്രങ്ങളുടെ രൂപത്തിൽ തന്നെ
സീരിയൽ അഭിനയിച്ചതുപോലെ തെരുവിൽ അവർ നടക്കുന്നു, അങ്ങനെ പ്രകടനം നടത്തുന്നു, അതിൽ ആളുകൾ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു. റൊമിള താപ്പർ പറയുന്നുണ്ട് അന്ന് ടെലിവിഷൻ സീരിയൽ കണ്ടതിനെക്കുറിച്ച്, പൂജാമുറിയിൽ ടെലിവിഷൻ വെച്ച് അതിന് മാല ചാർത്തി തൊഴുകൈയോടെ ഇരുന്നാണ് സീരിയൽ കണ്ടതെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിശ്വാസം, മിത്തിനെ, ഉള്ളിലുള്ള ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം പഠിച്ചവർക്ക് വേഗം മനസ്സിലാവും എങ്ങനെയാണ് ഈ ആർക്കിടൈപ്പിനെ കൃത്യമായി ഉപയോഗിച്ചത് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കൊറോണ കാലത്തും ആ സീരിയൽ വീണ്ടും കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിശബ്ദ പ്രചരണത്തിൻ്റെ ആ 2 ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഗുഹയിൽ പോയിരിക്കുകയായിരുന്നു, ഒരു സന്യാസി രൂപത്തിൽ. അത് വളരെയേറെ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം 1-2 മാസം നടത്തിയ പ്രചരണത്തേക്കാൾ ആ 2 ദിവസം ആ ഗുഹയിലെ ഇരുത്തം ബോട്ടായി മാറിയിട്ടുണ്ടാവുന്നതാണ്. കാരണം അത്രയേറെ നമ്മുടെ സൈക്കിനെ അത് പിടിച്ചുലക്കും. അതുകൊണ്ട് പലപ്പോഴും രാമായണത്തെ അതിനെ നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമുണ്ട്. ഞാൻ അതല്ല എൻ്റെ സമീപനം, അതിൻ്റെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഒരു പാഠത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മറുപാഠങ്ങൾ അല്ലെങ്കിൽ അനേകം പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇതിഹാസ പാരമ്പര്യത്തിൻ്റെ ഈ ഒഴുകിപ്പരക്കലിനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചെയിൻ റിയാക്ഷനെ, അങ്ങനെയാണല്ലോ ഒരു കഥയിൽ നിന്ന് അനേകം കഥകൾ ഉണ്ടാവുന്ന ആ പ്രക്രിയയെ. ഏറ്റവും രസകരം, ഇപ്പോൾ സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് നമ്മൾ പഴയതിൽ ചിലപ്പോൾ പറന്നു പോകുന്നതായിട്ട് കാണും. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഞാൻ കളക്ട് ചെയ്ത എൻ്റെ വയനാട് രാമായണം എന്ന പുസ്തകത്തിൽ കാളവണ്ടിയിൽ കൊണ്ടുപോകുന്നത് കാണാം. ഇനി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ കാറിൽ തന്നെ കൊണ്ടുപോയി എന്ന് വരും. അങ്ങനെ പുതിയ പുതിയ പാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അഗ്രസീവ് രാമനെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നു. വില്ല് കുലച്ച് നിൽക്കുന്ന രാമൻ, അഗ്രസീവ് ഹനുമാൻ, പുതിയ പുതിയ രൂപങ്ങൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുമ്പോൾ നരേന്ദ്രമോദി നടന്ന രൂപം നിങ്ങൾ നോക്കുക. താടിയുണ്ട്, മാസ്ക് ഒരു പ്രത്യേക തരത്തിൽ വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു ഹനുമാൻ രൂപം കാണും. ഏറ്റവും രാമഭക്തനായ ആളാണ് ഹനുമാൻ. ആ വിശ്വാസത്തിനെയാണ് കൃത്യമായി ആ രൂപത്തിലൂടെ പിടിച്ചെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയിൽ ഇതിനേക്കാൾ നല്ലൊരു ആയുധമില്ല. നിങ്ങൾ വിലക്കയറ്റം മറക്കും, നിങ്ങൾ മറ്റെല്ലാ പ്രതിസന്ധിയും മറക്കും ഇതിൻ്റെ മുമ്പിൽ. കാരണം നിരക്ഷര സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വേഗത്തിൽ ഈ മിത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയും മിത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരാം, നിങ്ങൾക്ക് ഏത് പരിവേഷവും സൃഷ്ടിക്കാൻ പറ്റും. ഇതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇതിഹാസ ചർച്ച എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ, ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. കാരണം ഇനി നമുക്കിതിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇനി നമുക്ക് ഒളിച്ചു പറഞ്ഞുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട്, ധ്വനിപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് കോർപ്പറോക്രസി എന്നൊരു വാക്കുണ്ടായിരുന്നു, കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ഒരു കാലം. പക്ഷെ കോർപ്പറോക്രസിയിൽ നിന്ന് പോയി നമുക്ക് മിത്തോക്രസി എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. മിത്തുകളെ ഉപയോഗിച്ച് അധികാരത്തിലേക്കുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലത്ത് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ മിത്തോളജിയെ തെറ്റായി ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ, ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഞാൻ എൻ്റെ വയനാട് രാമായണം എന്ന ഡോക്യുമെൻ്ററിയിൽ അവസാനം പറയുന്നത് ഇതൊരു ഏഷ്യൻ ഇതിഹാസമാണെന്നാണ്. അങ്ങനെയാണ്. നേരത്തെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, മലേഷ്യൻ രാമായണത്തെക്കുറിച്ച് അവിടുത്തെ ഇടക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന അൻവർ ഇബ്രാഹിം, അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ രാമായണം വായിക്കുന്നുണ്ട്, ഞങ്ങൾ ഈസോപ്പ് കഥ പോലെ, പഞ്ചതന്ത്രം കഥ പോലെ അത് ഞങ്ങൾ ആസ്വദിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ആ ഒരു സാംസ്കാരിക പാഠം എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇന്തോനേഷ്യ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അവിടെ ഒരു സൂഫിയാണ് ആ കൃതി എഴുതുന്നത്. അത് വിശ്വാസത്തിൻ്റെ തലത്തിലല്ല, അതൊരു ഒരു കൾച്ചറൽ ടെക്സ്റ്റ് എന്ന നിലക്കാണ്. അതുകൊണ്ട് ആ കൾച്ചറൽ ടെക്സ്റ്റിനെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് ഞാൻ പറയുന്നത്, ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാം, എന്തും വിശ്വസിക്കാം, വിശ്വാസത്തിനല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ വിശ്വാസത്തിൻ്റെ ഉള്ളിലെയും ബഹുസ്വരത. എൻ്റെ നാട്ടിലെ വയനാട്ടിൽ പുൽപ്പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് സീതാദേവി ഭൂമിയിൽ താണ സ്ഥലം കാണാം. ജഡേറ്റ കാവ് എന്ന് അതിൻ്റെ പേര്. സീതാദേവി ഭൂമിയിലേക്ക് താണു പോകുമ്പോൾ രാമൻ മുടി പിടിച്ചു വെച്ചു, ജഡ പറഞ്ഞു പോന്നു. അങ്ങനെ ജഡ അറ്റ കാവാണ് അവിടെ ഉള്ളത്. അതിൻ്റെ തൊട്ടപ്പുറം പോയാൽ നിങ്ങൾക്ക് വാൽമീകി ആശ്രമം കാണാം. അതിൻ്റെ തൊട്ടടുത്ത് മുനിപ്പാറയുണ്ട്, വാൽമീകി തപസ് ചെയ്ത സ്ഥലം. അവിടെയാണ് ഇതൊക്കെ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സമൂഹം അവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അയോധ്യയിലേക്ക് ചുരുക്കുമ്പോൾ അവരുടെ അയോധ്യ സങ്കല്പത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അവിടുത്തെ ഒരു ന്യൂനപക്ഷമായ ഒരു വിശ്വാസി സമൂഹത്തെ, അത് തായ്ലാൻഡിലെ, നേപ്പാളിലെ,
പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിലെ അനേക സ്ഥലങ്ങളിലെ രാമസങ്കല്പങ്ങളെ, അതിൻ്റെ മേലുള്ള ഈ ബഹുസ്വര പാഠത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, രാമായണം ഏറ്റവും കുറവുള്ള ഒരു രാജ്യം ശ്രീലങ്കയാണ്. നമ്മുടെ ഒരു ധാരണ എന്താ, അവിടെ രാവണൻ്റെ എന്തൊക്കെയോ ഉണ്ടാവും, അവിടെ ആയിരിക്കും കഥയുടെ പകുതി നടക്കുക. അവിടെ കഥ കുറവാണ്. ഏറ്റവും ഇന്ത്യ കഴിഞ്ഞാൽ രാമായണം ഏറ്റവും ഉള്ളത്, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിലാണ്. ഇതിനെങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ പല കാരണങ്ങളുണ്ട്. എങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ ഏത് കാലത്ത്, അതൊക്കെ ഉണ്ട്. ഞാനത് വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ലിവിങ് രാമായണാസ് വായിക്കുക. ഇതിൽ ഇന്തോനേഷ്യൻ രാമായണത്തെക്കുറിച്ച് മറ്റും വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ് സമയപരിമിതി മൂലം. ഇനിയൊരു ചർച്ച കൂടി വരാനുണ്ട്. ഓക്കെ. ഞാൻ അധികം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ രാമായണത്തെയും മഹാഭാരതത്തെയും മുൻനിർത്തി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ആരൊക്കെ ശ്രമിച്ചാലും രാമായണം എഴുതിയത് വാൽമീകി അല്ലെന്നും മഹാഭാരതം എഴുതിയത് വ്യാസനല്ലെന്നും പറയാൻ പറ്റില്ല എന്നതാണ് ഈ 2 പാഠങ്ങളുടെയും കർത്തൃത്വത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഈ വാൽമീകി ബ്രാഹ്മണനല്ല, വ്യാസൻ ബ്രാഹ്മണനല്ല എന്നത് ഇന്ത്യൻ ചരിത്രം ആവർത്തിച്ചു പറഞ്ഞിട്ടും ഈ 2 കൃതികളും ബ്രാഹ്മണികമായി തന്നെ നിൽക്കണം എന്ന് ഇന്ത്യൻ അധികാര വ്യവസ്ഥ ആഗ്രഹിക്കുന്നതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? ഇതാണ് ചോദ്യം. ഒരാൾ വേടനായിരിക്കുന്നു, അയാൾ ഹിംസ ചെയ്ത് ചരിത്രമുള്ളയാളായിരിക്കുന്നു, ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് വന്നിരിക്കുന്നു. മറ്റൊരാൾ മീൻകാരിയുടെ പുത്രനായി ജനിച്ചിരിക്കുന്നു. ഇങ്ങനെ മീനും മാനും കാടും കടലും 2 കൃതികളുടെ നിർമ്മാണ പരിസരമായി നിൽക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃതികളുടെ ഉള്ളിൽ ഉള്ള മെറ്റാഫിസിക്സിന് എന്ത് നിറത്തോടാണ് ബന്ധം എന്നാണ് ചോദ്യം. അത് പൂണൂലിനോടാണോ ബന്ധം? അല്ല. അത് ക്ഷത്രിയ ജീവിതത്തോടും ചെങ്കോലിനോടുമാണോ ബന്ധം? അല്ല. അതിന് മണ്ണിനോടാണ് ബന്ധം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗീതയും ഇന്ത്യൻ ചരിത്രത്തിലുണ്ടല്ലോ. അതിൻ്റെ പേര് അഷ്ടാവക്ര ഗീത എന്നാണല്ലോ. ആ ഗീത പറഞ്ഞു കൊടുക്കുന്നത് ജനകനാണെന്നാണ് എൻ്റെ ഓർമ്മ. വിസിനീതന്തു മരീചികേശനായി ലസിതസ്മിതനായ ചന്ദ്രിക ഭസിതസ്നാദ മൃഗാങ്കൻ എന്ന് സീതയെക്കൊണ്ട് ആശാൻ പറയിപ്പിച്ച ആ വെള്ളത്താടിയുള്ള ജനകൻ, ആ ജനകൻ്റെ വെള്ളത്താടി ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അഷ്ടാവക്ര ഗീത തിരിച്ചു വായിക്കണമെന്നും വാൽമീകി ജനിച്ച സമുദായം, വാൽമീകിയുടെ നിറം എന്താണെന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതും മെറ്റാഫിസിക്സിൻ്റെ പൊളിറ്റിക്സാണ്. ഞാൻ ഛാന്തോഗ്യത്തിലെ ഒരു ഭാഗം മാത്രം ഇവിടെ വായിക്കാം. അതിൽ പറയുന്നത്, ഞാൻ ബ്രഹ്മവിദ്യ പഠിച്ചവനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിൽ ചെന്നു നിന്ന ദാംഭികനായ ബ്രാഹ്മണനും ഗൗതമ വംശത്തിൽപ്പെട്ട ആരുണിയുടെ പുത്രനുമായ ശ്വേതകേതുവിനോട് അബ്രാഹ്മണനും ജീവലപുത്രനുമായ പ്രവാഹണൻ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിക്കുന്നത് പ്രവാഹണനാണ് ശ്വേതകേതുവിനോട്. ഛാന്തോഗ്യത്തിലെ ആരുണി ശ്വേതകേതു സംവാദം വളരെ പ്രസിദ്ധമായ ഒരു സംവാദവുമാണ്. ഈ 5നും സമാധാനം കൊടുക്കാൻ സാധിക്കാതെ വന്ന ശ്വേതകേതു ദുഃഖത്തോടുകൂടി പിതാവായ ആരുണിയുടെ അടുക്കൽ ചെന്ന് ചോദ്യോത്തരങ്ങളെ അറിയാൻ നിർബന്ധം ചെലുത്തി. തനിക്കും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയില്ല എന്നു പറഞ്ഞ ആരുണി പിതാവ് ഈ ചോദ്യം എയ്തുവിട്ട സാക്ഷാൽ പ്രവാഹണന്റെ അടുക്കലേക്ക് തന്നെ സംശയ നിവൃത്തിക്ക് വേണ്ടി ചെന്നു. അബ്രാഹ്മണനായ പ്രവാഹണൻ ഇതുകേട്ട് വിഷമിച്ചുകൊണ്ട് ആരുണിയെ ഇങ്ങനെ അറിയിച്ചു, അല്ലയോ ഗൗതമ, നിനക്കു മുമ്പ് ഈ വിദ്യ ബ്രാഹ്മണന് ലഭിക്കുകയുണ്ടായില്ലെന്നുള്ള കാര്യം ലോകപ്രസിദ്ധമാണ്. ആ മെറ്റാഫിസിക്സ് അതിനു മുൻപ് നിന്റെ വംശത്തിന് ലഭിച്ചിട്ടില്ല. പിന്നെ ഇത് ആരുടെ കയ്യിലായിരുന്നു എന്നാണ് ചോദ്യം. ഇന്നുവരെയും സകല ലോകങ്ങളിലും ഈ വിദ്യ ശിഷ്യപരമ്പരയായി ഞങ്ങളിൽ മാത്രമേ നിലനിന്നിട്ടുള്ളൂ. ഇവിടുത്തെ മരം മുറിക്കുന്നവനും ചെളിയിൽ കിടക്കുന്നവനും മീൻ പിടിക്കുന്നവനും അറിയാമായിരുന്ന വിദ്യയെ ചെങ്കോലിന് കൊണ്ട് അടിയറ വെച്ചതിൻ്റെ ചരിത്രത്തെയാണ് ഛാന്തോഗ്യോപനിഷത്തിൽ പ്രവാഹണൻ പറയുന്നത്. എത്രയോ യാഗശാലകൾക്ക് അധിപനായിരുന്ന ഈ പ്രവാഹണന്റെ സദസ്സിൽ രാമായണം നിലനിൽക്കുമെങ്കിൽ
അത് ഡൈവേഴ്സായി നിലനിൽക്കും. രാമായണം രാമൻ്റെ മാത്രം കഥയല്ല എന്ന് വാൽമീകി രാമായണം പറയുന്നുണ്ടല്ലോ. മഹാഭാരതം ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ മാത്രം കഥയല്ല, അത് വലിയ ഡൈവേഴ്സായിട്ടുള്ള അനേകം മനുഷ്യർക്ക് ഇരിപ്പിടം കൊടുത്തിട്ടുള്ള ഒരു മഹാരാഷ്ട്രം തന്നെ ആയതുകൊണ്ടാണ് സത്യത്തിൽ ഇതിഹാസം നമ്മളെ വിട്ടുപോവാത്തത്. ഇനി ആരൊക്കെ പിടിച്ചെടുത്താലും ഈ ഇതിഹാസങ്ങൾ ഇന്ത്യയെ വിട്ടുപോവില്ല. കാരണം അത് കിടക്കുന്നത് ഇന്ത്യയുടെ വേരുകളിലാണ്. അവിടെ മറ്റൊരു ഡയലക്റ്റിക്സ് കൂടിയുണ്ട്. അത് വേണമെങ്കിൽ ചാന്തോക്യം മുൻനിർത്തി തന്നെ പറയാം. രാമായണത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്ന് തപസ്സനുഷ്ഠിച്ച ശംഭൂകൻ്റെ കഴുത്തറുത്ത രാജാവിൻ്റെ കഥയാണല്ലോ. ശംഭൂകന് കഴുത്തു പോകാൻ കാരണം ഒരു ബ്രാഹ്മണപുത്രന് അകാലത്തിൽ നിര്യാണം വന്നതാണെന്നും 100 വർഷം വരെ ജീവിച്ചിരിക്കാൻ ദൈവഹിതമുള്ള ബ്രാഹ്മണൻ മരിച്ചുപോയതിന് കാരണം ദേശത്തിൽ അധർമ്മം പുലരുന്നതാണെന്നും തിരിച്ചറിഞ്ഞ് രാജാവ് അശ്വാരൂഢ സേനയുമായി അതാരാണ് അധർമ്മം ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഇന്ത്യയിലെ വനങ്ങളിലേക്ക് പോകുന്നതാണല്ലോ കഥ. അങ്ങനെ അദ്ദേഹം വരുന്ന വനം സൗത്ത് ഇന്ത്യ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ദക്ഷിണേന്ത്യയിൽ തന്നെ വരും. അവിടെ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ശംഭൂകനോടുള്ള ചോദ്യം, താങ്കൾ ഏത് കുലത്തിൽ പിറന്നവനാണെന്നാണ്. ആ കുലമേതെന്ന് ശംഭൂകൻ പറയും. ഈ യുഗത്തിൽ ഈ കുലത്തിൽ പിറന്നവന് തപസ്സനുഷ്ഠിക്കാൻ അധികാരമില്ലാതിരിക്കെ അങ്ങിത് അനുഷ്ഠിച്ചതുകൊണ്ട് അധർമ്മം പുലരുകയാൽ ധർമ്മവാദികളായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ പുത്രന് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണല്ലോ പ്രമേയം. പക്ഷേ അതിനകത്തൊരു ഡയലക്റ്റിക്സ് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ചോദ്യം ചെയ്യണം. നീ ധ്യാനം ചെയ്തു, നിന്റെ കുലം ധ്യാനത്തിന് അർഹമല്ല, നീ എന്തിന് ധ്യാനം ചെയ്തു എന്ന് രാജാവിൻ്റെ ചോദ്യം. ഞാൻ അനശ്വരമായ ലോകങ്ങൾക്ക് വേണ്ടി ധ്യാനം ചെയ്തു എന്നുത്തരം. അനശ്വരമായ ലോകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ധ്യാനമെങ്കിൽ അതിൻ്റെ പേര് അറിവെന്നാണല്ലോ. ഒരു ചോദ്യം, അറിവാണോ വലുത് ധ്യാനമാണോ വലുതെന്നാണ്. രാജാവ് പറയുന്നത് ധ്യാനമാണ് വലുതെന്നാണ്. പക്ഷെ ചാന്തോക്യം പറയുന്നത് അല്ല, ധ്യാനം വാവ ചിത്താദ്ഭൂയോ, ചിത്തത്തെക്കാൾ വലുതാണ് ധ്യാനം. എങ്കിൽ ധ്യാനത്തെക്കാൾ വലുതേത്? അറിവ് എന്നാണ്. അറിവാണ് വലുത് എന്ന് പഠിപ്പിച്ച പ്രവാഹണന്മാർ എവിടെ? അറിവാണ് വലുത് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച വാൽമീകി എവിടെ? അറിവാണ് വലുതെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച ശംഭൂകൻ്റെ കഴുത്തെവിടെ? എനിക്ക് തോന്നുന്നത് പോയ കഴുത്തിന് ജീവൻ വിട്ടുമാറിയിട്ടില്ലെന്നാണ്. എടുത്ത് തലയിലോട്ട് വെച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സത്യത്തിൽ രാമായണ വായന നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചുരുക്കുകയാണ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ 3-ാം ഭാഗം തുടങ്ങുന്നത് ഒരു കപ്പൽ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഡർബനിലേക്ക് കപ്പൽ പോവുക. തൻ്റെ കുടുംബത്തെ ആദ്യമായി സൗത്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഗാന്ധി ആ കപ്പൽ നെറ്റാളിലേക്ക് തുടർച്ചയായി 18 ദിവസം തുഴഞ്ഞ് എത്തും. ഒരു തുറമുഖത്തിലും നിർത്തില്ല. അത് ഡർബനിലേക്ക് പോകുന്ന അനേകം ആളുകളുണ്ട്. 100-800 മനുഷ്യരുമായി പോകുന്ന ആ കപ്പലിൻ്റെ ഉടമസ്ഥർ താൻ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ സുഹൃത്തുക്കളാകയാൽ അവർ തനിക്ക് ചില പ്രിവിലേജൊക്കെ തന്നുവെന്ന് ഗാന്ധി പറയും. കപ്പൽ നെറ്റാളിലേക്ക് കുതിക്കുമ്പോൾ പാതി വഴിക്ക് വെച്ച് ഈ കപ്പലൊരു കപ്പൽ ഛേദത്തെ ഫേസ് ചെയ്യുന്ന രംഗമുണ്ട്. വലിയ കാറ്റ്, കൊടുങ്കാറ്റ്, മഹാതിരമാലകൾ, സമുദ്രത്തിൻ്റെ കലിപ്പ്, തെക്കൻ ഭാഷയിൽ പറഞ്ഞാൽ ദേഷ്യം, തിളപ്പ്, കപ്പലിപ്പം തകരും എന്ന് 800 പേർക്കും പേടി. ഗാന്ധിക്ക് പേടിയുണ്ടോയെന്നൊന്നും അദ്ദേഹം അതിൽ എഴുതിയിട്ടില്ല. പേടി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ താൻ വലിയ ധൈര്യശാലിയാണ്, താൻ അവരെല്ലാം ധൈര്യം കൊടുത്തുകൊണ്ട് നടന്നു എന്നാണ് ഗാന്ധി ആത്മകഥയിൽ എഴുതുന്നത്. എന്നാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധി എഴുതുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വാസ്തവം എഴുതും. അതുവരെ അവനവൻ്റെ മതം മാത്രം ഉണ്ടായിരുന്ന ആ കപ്പലിൽ അതുവരെ അവരുടെ ദൈവങ്ങളെ മാത്രമേ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കപ്പൽ തകരുമെന്നായപ്പോൾ എല്ലാവരും ഒറ്റ ദൈവത്തെ വിളിക്കാൻ ആരംഭിച്ചു. ഈ ഒറ്റ ദൈവ വിളി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിളി അല്ല എന്ന് സ്ഥാപിച്ച ഗാന്ധിയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം സീഖർ അള്ളാ തേരേ നാം എന്ന് എഴുതി വെച്ചത്. ഈ സീഖർ അള്ളാ കഴിഞ്ഞ ആഴ്ച അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ, വലിയ കൊടുങ്കാറ്റിൽ കപ്പലകപ്പെടുമ്പോൾ നമുക്കൊരു ദൈവമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഗാന്ധി ജീവിതം കൊണ്ട് ഡർബനിലേക്കുള്ള യാത്രാമധ്യേ തെളിയിച്ചു. ഇപ്പം കപ്പൽ വലിയ അപകടത്തിലല്ല, കാറ്റില്ല. അതുകൊണ്ട് അവരവരുടെ ദൈവത്തെ എടുത്തു വെച്ചുകൊണ്ട് ചരിത്രത്തെ മറക്കാം.
പക്ഷെ ഇനിയും കപ്പൽ അപകടപ്പെടും, ഇനിയും കാറ്റ് വരും, ഇനിയും കോള് വരും. ആ നേരത്ത് നമ്മൾ രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന് വിളിക്കും എന്നതാണ് പ്രധാനപ്പെട്ട സെക്യുലറിസത്തിൻ്റെ ഒരു മെറ്റാഫിസിക്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മെറ്റാഫിസിക്സിനെ ചരിത്രവൽക്കരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാമായണ കഥയെയും വായിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഈ അയോധ്യ എവിടെയാണ് എന്ന ചോദ്യത്തെ ചരിത്രവൽക്കരിക്കുമ്പോൾ വേണമെങ്കിൽ അത് രാജസ്ഥാനിലെ ഒരു പ്രാന്തത്തിലാണെന്ന് പറയാം. അങ്ങനെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെളിവെന്താ? ഒരു തെളിവ് പറയാം. അത് ഒരു ഉപകരണമാണ്. അതിൻ്റെ പേര് രാവൺ ഹട്ട എന്നാണ്. ഈ രാവൺ ഹട്ടയുടെ ഒറിജിനൽ വെർഷൻ നമുക്ക് 6500 രൂപയ്ക്ക് രാജസ്ഥാനിലെ തെരുവുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇതെന്തേ ഈ ചെറിയ ഉപകരണത്തിന്, ഈ വീണ പോലെ ഇരിക്കുന്ന ചെറിയ ഉപകരണത്തിന് 6500 ഉറുപ്പിക എന്ന് ചോദിച്ചാൽ അത് വിൽക്കുന്നയാൾ പറയും ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ വസ്തു കണ്ടുപിടിച്ചത് രാവണൻ എന്ന മഹാരാജാവാണ്. ഈ രാജാവ് ഭോപ്പകൾ എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ വംശങ്ങൾക്ക് ഈ വീണ കൊടുക്കുമ്പോൾ ചെയ്ത ഒരു കാര്യം, 36 രാഗങ്ങൾ കൂടി അദ്ദേഹം ഈ വീണയോടൊപ്പം പഠിപ്പിച്ചു എന്നതാണ്. ഈ രാവൺ ഹട്ട കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ രാമായണ പാരമ്പര്യം എന്ന് രാജസ്ഥാനിൽ പ്രചരിക്കുന്ന ബാബുജി മഹാകഥ നമ്മളോട് പറയും. അതുകൊണ്ട് ഇതൊക്കെ അറിയാമായിരുന്നിരിക്കണം. 921 മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ 4 വാക്കുകൾ ശ്രീനാരായണൻ പ്രതിഷ്ഠിച്ചു: സത്യം, ധർമ്മം, ദയ, നീതി. ഒരു ചുറ്റ് നാണയത്തിൽ ഈ വാക്കുകൾ എഴുതി വിളക്കിനോടൊപ്പം അദ്ദേഹം തൂക്കി പ്രതിഷ്ഠിച്ചു. 924 സമാധി വർഷത്തിൽ വീണ്ടും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ട് ചിലരെത്തിയപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, ഇനി ക്ഷേത്രങ്ങൾ വേണമെന്നില്ല, വിദ്യാലയങ്ങളാണ് ആവശ്യം. പ്രതിഷ്ഠകൾ വേണമെന്നില്ല. പ്രതിഷ്ഠകൾ നിർബന്ധമുള്ളവർക്ക് ഒരു വിളക്ക് തൂക്കിക്കൊള്ളൂ, ദീപം ലക്ഷ്മിയാണ് എന്ന് സ്വാമി പറഞ്ഞു. അപ്പോൾ അടുത്തു നിന്ന ഭക്തരിൽ ഒരാൾ ചോദിച്ചത്, പ്രതിഷ്ഠ വെച്ചില്ലെങ്കിൽ ഭക്തർക്ക് വിശ്വാസം വരില്ല സ്വാമി, പ്രതിഷ്ഠ വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ശിവന്റെയും ശ്രീരാമന്റെയും ഹനുമാന്റെയും ഒക്കെ പടങ്ങൾ എടുത്ത് അവിടെ നിരത്തി വെക്കൂ. ഇവരൊക്കെ ഓരോരോ കാലത്തെ മഹാന്മാരായിരുന്നു എന്നാണ് നമ്മുടെ പക്ഷം. നടുക്കൊരു വിളക്ക് കൊളുത്തി വയ്ക്കൂ. സത്യത്തിൽ ഈ വിളക്ക് കാണാതായിരിക്കുകയും പടങ്ങൾ വലുതാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് സത്യത്തിൽ ഗുരു എന്താവും പറയുക എന്നറിയാനാണ് എൻ്റെ കൗതുകം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ എൻ്റെ വാദത്തെ ഉപസംഹരിച്ചുകൊണ്ട് പറയാനുള്ള വാക്യം. നമസ്കാരം. ഇനി ചർച്ചയുടെ സമയമാണ്. കുറച്ചു സമയമേ ഉള്ളൂ എങ്കിലും ഏതാനും ചില ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ആകാവുന്നതാണ്. താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് വില്ലും അമ്പും കൊണ്ടു നടക്കുന്ന രാമനെ ഇത്രമാത്രം ചർച്ചാ വിഷയമാക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയാണ് ശംഭുകൻ്റെ, നേരത്തെ സിദ്ദിഖ് പറഞ്ഞ മാതിരി ശംഭുകൻ്റെ തലർത്തവനും അതുപോലെ സ്വന്തം ഭാര്യയെ കാട്ടിലേക്ക് അയച്ചവനും തപോവനത്തിലെ മുനിമാരെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മണനെ ചട്ടം കെട്ടി കാട്ടിലേക്ക് പറഞ്ഞയച്ച ആ യാത്രാമധ്യത്തിൽ സീതാദേവി ചോദിക്കും, ഈ യാത്രയിൽ രാമനും കൂടി ഉണ്ടെങ്കിലോ എന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറയും, രാമൻ നിന്നെ വധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാട്ടിൽ കൊണ്ട് വിടുകയും ചെയ്ത ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഈ ഒരു രാമനെയാണ് ഇവിടുത്തെ അവതാര പുരുഷനും മര്യാദ ഉത്തമ പുരുഷനായിട്ട് കാണിക്കുന്നത്. പിന്നെ മറ്റൊരു കഥ ആണെങ്കിൽ മഹാഭാരതത്തിനെ പറ്റിയാണ് പറഞ്ഞത്. മഹാഭാരതത്തിൽ കർണനൊരു വരം കിട്ടുന്നുണ്ട് ഈ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. വെൽ എന്ന് പറയുന്ന ഒരു ആയുധമാണ്. അത് അവസാനത്തെ ആയുധമാണ്. അത് കർണൻ കരുതി വച്ചിരിക്കുന്നത് അർജുനനെ വധിക്കാനാണ്. അർജുനാണല്ലോ മുഖ്യ ശത്രു. അപ്പോൾ കൃഷ്ണൻ ഇതറിയാവുന്നത് കൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യും? കൃഷ്ണൻ കടോൽഗജൻ എന്ന് പറയുന്നത് ഭീമൻ്റെ മകനാണ്. ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ഇടുംബീര മകൻ. അപ്പോൾ ഈ കടോൽഗജനെ ചട്ടം കിട്ടി യുദ്ധമുന്നണിയിലേക്ക് വിടുകയും അവൽ എന്ന ആയുധം കൊണ്ട് വധിക്കുകയും ചെയ്യും. അവിടെ ചതിയുടെയും ധർമ്മയുദ്ധം എന്ന് പറയും, പക്ഷെ അധർമ്മ യുദ്ധമാണെന്നാണ് എൻ്റെ വിശ്വാസം.
ഇങ്ങനെ ചതിയുടെയും വഞ്ചനയുടെയും കഥകളാണ് മഹാഭാരതം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, മഹാഭാരതത്തിന് ജനാധിപത്യ രീതിയിൽ വലിയൊരു സംഭവമുണ്ട്. ദ്രൗപദി ആ സദസ്സിൽ വെച്ച്, വികരണം മാത്രമാണ് പറയാം, ആ സദസ്സിൽ വെച്ച് എല്ലാ പാണ്ഡവന്മാരെ പണയപ്പെടുത്തുമ്പോൾ, പാഞ്ചാലിയെ അവസാനം പണയപ്പെടുത്തുമ്പോൾ വികരണം മാത്രമാണ് സദസ്സിൽ പറയാം. സ്വയം പണയപ്പെടുത്തിയവരെങ്ങനെയാണ് മറ്റുള്ള ആളുകളെ പണയപ്പെടുത്തുക? നമ്മളെ പണയപ്പെടുത്താൻ ഇവിടുത്തെ ഭരണകൂടത്തിന് എന്താണ്? നമ്മളെ വെച്ച് ലോൺ എടുക്കുന്ന ഒരു സമൂഹം. ഇത് തന്നെയാണ് അതിലും പറയുന്നത്. അപ്പോൾ ഈ വഞ്ചനയും ചതിയും ഒക്കെയുള്ള ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ രാമൻ, ഇപ്പോൾ ബലരാമനാണ് അവിടെ, വലിയ രാമൻ പോയി, ബലരാമൻ. അയോധ്യ എന്ന് പറയുന്നത് തന്നെ യുദ്ധമില്ലാത്ത സ്ഥലമാണ്. നമുക്ക് അടുത്തൊരാൾക്ക് കൊടുക്കാം. ശരി. അല്ല, ഇതിനെ മറുപടി കിട്ടിയ ഉപകാരമായി. അല്ല, മറുപടി ഇല്ല, നിങ്ങളൊരു ആർഗ്യുമെന്റ് പോലെയാണ് പറഞ്ഞത്, അത് ഓക്കെ, അത്രേ ഉള്ളൂ. അല്ല, അസീസ് തരുവാണോടാണ്. ഈ രാമായണവും മഹാഭാരതവും ഒറ്റക്കല്ലിൽ കൊത്തിയ ഒരു ശില്പമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ഒറ്റക്കല്ലിൽ കൊത്തിയ ശില്പം മാത്രമല്ല, പല ശില്പികൾ കൂടി ഉണ്ടാക്കിയതാണ് ഈ രാമായണം മഹാഭാരതം എന്നുള്ള ഒരു ആലോചന കൂടി ഇപ്പോൾ ഇന്നലത്തെയും അതിന് മുമ്പത്തെയും പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയ ശില്പമല്ല, പല ശില്പികൾ കൂടി കൊത്തിയതാണ്. ആ പല ശില്പികളെ കുറിച്ച് ഏകശിലാത്മകമല്ല രാമായണം എന്നാണ് അതിൻ്റെ മറ്റൊരു ഭാഷ. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടെക്സ്റ്റ് അല്ല, അനേകം ടെക്സ്റ്റുകളാണ്. നിങ്ങൾ പറഞ്ഞാൽ അനേകം ശില്പികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, ഇതൊരൊറ്റ ടെക്സ്റ്റ് അല്ല, അനേകം ടെക്സ്റ്റുകളാണ്. ഒരു രാമായണ ട്രഡീഷൻ അല്ല നമുക്കുള്ളത്, അനേകം രാമായണ ട്രഡീഷനാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അല്ല, ശില്പി എന്നതോ ശില്പം എന്നതോ ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരൊറ്റ ടെക്സ്റ്റ് അല്ല, ഒരു ഖരരൂപമല്ല, ഇത് ദ്രവരൂപ, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കാലത്തിനനുസരിച്ച് ഇപ്പോൾ ഭക്തി പ്രസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ സാംസ്കാരിക പാഠം, ഇപ്പോൾ രാഷ്ട്രീയ രാമൻ, ഇങ്ങനെ പലതരത്തിലുള്ള രാമന്മാർ വരുന്നുണ്ട്. അതൊറ്റ ഒന്നല്ല. ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്, ഭരണകൂടം ഉയർത്തിക്കാട്ടുന്നത് ഒരൊറ്റ രാമബിംബം എന്നതാണ്. അതിന് പുറത്തുള്ള എല്ലാ ടെക്സ്റ്റുകളെയും നിഷേധിക്കുന്ന ഒരു സമീപനവും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അനേകം എന്ന് പറയുമ്പോൾ അതിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാനത് സൂചിപ്പിച്ചു. ഡൽഹിയിൽ 93 സഹമതി എന്ന സംഘടന വിവിധ രാമായണങ്ങളുടെ പ്രദർശനം നടത്തിയപ്പോൾ ആക്രമിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ അസഹിഷ്ണുതാപരമായി രാമായണത്തിൻ്റെ ബഹുരൂപത്തിനെതിരെ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ബഹുസ്വരതക്കെതിരെയുള്ള ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇത് ഒറ്റ ഒന്നല്ല അനേകമാണെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നത്. ഇത് സിദ്ദീഖ് ഭാഷയോടാണ്. നമുക്കെങ്ങനെ ബദൽ ആർക്കിടൈപ്പുകൾ സൃഷ്ടിക്കാൻ പറ്റും? കാരണം അയോധ്യയിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടു എന്താണ് ചെയ്യുന്നത്. അതായത് കാൾ ഗുസ്റ്റാവ് യുങ് പറയുന്ന സോഷ്യൽ അൺകോൺഷ്യസിലെ ആർക്കിടൈപ്പുകളെ വോട്ട് ബാങ്കിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ മേധാശയം ഉണ്ടാക്കുന്നു. ഹിസ്റ്ററിയിലെ മെമ്മറിയെ റിവൈവ് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ മേധാശയം കൃത്രിമമായി സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു. എന്താണ് ഒരു ഇടതുപക്ഷ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ ബദൽ ആർക്കിടൈപ്പ് എന്താണെന്ന് അറിയാൻ താല്പര്യം? അവിചാരിതമായിട്ടാണെങ്കിലും അതിലേക്ക് നയിക്കുന്ന ഒരു പ്രയോഗം നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കുറച്ചു കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ബ്രെയിൻ ഡ്രെയിൻ. തലച്ചോറുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇവിടെ നിന്ന് 80,000 പേര് എവിടെയോ പോകുന്നു, യുവാക്കൾ നഷ്ടപ്പെടുന്നു, കേരളത്തിൽ വൃദ്ധർ മാത്രമാകുന്നു. സത്യത്തിൽ ഈ ബ്രെയിൻ ഡ്രെയിനിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം, നേരത്തെ അസീസ് തരുവണ മാഷ് പറഞ്ഞതുപോലെ ഈ മിത്തോക്രസിയും കൂടെ ഉണ്ട്. അതിനെ അവർ ചർച്ച ചെയ്യുന്നില്ല. തലച്ചോറുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക സാഹചര്യത്തെ മെല്ലെ 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 നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്രം നഷ്ടപ്പെടുന്ന ഒരു സാമുദായിക പരിസരത്തിൽ, സാമ്പത്തിക ശാസ്ത്രം നിഗൂഢവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക പരിസരത്തിൽ, കാഞ്ചായലയ ബുദ്ധനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ബുദ്ധനെ എങ്ങനെ നിഗൂഢവൽക്കരിച്ച് ദശാവതാരങ്ങളിൽ ഒന്നാക്കി മാറ്റി എന്ന് പറയുന്നത് പോലെ ഗാന്ധി നിഗൂഢവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തലച്ചോറുകൾ ഇവിടെ നിന്ന് രക്ഷ നേടി മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് നമുക്ക് പൊളിറ്റിസൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ബദലുകൾ സാധ്യമാണ്. അതാണ് കുംഭകർണൻ ബദലാണ്.
കുംഭകർണനും ചേർന്നതാണ് രാമായണം, അല്ലെങ്കിൽ ശംഭൂകനും ചേർന്നതാണ് രാമായണം. അയോധ്യയിലെ കോസല രാജധാനിയിലെ മഹാരാജാവായിട്ടുള്ള ഒരാൾ ശ്രീരാമൻ മാത്രം ചേർന്നതല്ല രാമായണം. അതിൽ ലക്ഷ്മണനുണ്ട്, സീതയുണ്ട്, സീതാപുത്രന്മാരുണ്ട്, വാൽമീകി തന്നെ അതിലെ കഥാപാത്രമാണ് എന്ന ഡൈവേഴ്സിറ്റിയിലേക്ക് ഈ പാഠങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് കേരളത്തിന് അത് കഴിയുമെന്നാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിനെ അപേക്ഷിച്ചും കേരളത്തിന് അതിന് കഴിയുന്ന ഒരു ചരിത്ര ബോധ്യവും ചരിത്ര സാഹചര്യവും നിലവിലുള്ളത് കൊണ്ടാണ് പറയുന്നത്. സാർ അവിടെ പറഞ്ഞതുപോലെ ക്ഷോഭിക്കുന്ന ലക്ഷ്മണനോട് കോപിക്കരുത് അനുജ എന്ന് പറഞ്ഞയാളാണല്ലോ ശ്രീരാമൻ. എഴുത്തച്ഛൻ അത് എഴുതുന്നുണ്ട്. എഴുത്തച്ഛൻ ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്ഥം. ഈ കാലാഹിന പരിഗ്രസ്ഥമായ ലോകത്തെപ്പറ്റി ക്ഷമയുടെ പാഠം പറഞ്ഞു കൊടുക്കുന്ന ഒരു രാമൻ മലയാള ഭാഷയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ആ അവതരിപ്പിക്കപ്പെടുന്ന ചരിത്രം ഒരു ബദലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറത്ത് അമ്പും വില്ലും കുലച്ചു നിൽക്കുന്ന ഒരു പ്രതികാര ബുദ്ധി നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളുമായി വരുന്ന ഒരു രാമനെ അവതരിപ്പിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ രാമന് ബദലായി തീരാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ബാലരാമനെ പ്രതിഷ്ഠിച്ചു. ഞാൻ യോഗവാസിഷ്ഠത്തെ വെറുതെ ഇങ്ങനെ ഓർക്കുകയാണ്. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ ബാലരാമനെ നിർത്തിയിട്ടാണല്ലോ വിശ്വാമിത്ര യാഗശാലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രീരാമനെ അയോധ്യയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന സന്ദർഭത്തിലെ രാമൻ്റെ പ്രായമെന്ത്, ആ ഘട്ടമെന്ത് എന്ന് ഉത്തരരാമായണത്തിലെ അഥവാ യോഗവാസിഷ്ഠത്തിലെ ആ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യോഗവാസിഷ്ഠം വായിക്കുമ്പോൾ ഞാനതിൻ്റെ പൊളിറ്റിക്സിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, രാജർഷിയായ വിശ്വാമിത്രൻ താനും സന്യാസിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വസിഷ്ഠൻ്റെ അടുക്കൽ വരുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മർഷിയായ വസിഷ്ഠൻ വിശ്വാമിത്രൻ്റെ ഋഷിത്വത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ സന്ദർഭത്തെ ശ്രീനാരായണ ഗുരു ഒരു നർമ്മത്തിലൂടെ പറയുന്നുണ്ട്. ഈ വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ അകലം മാത്രമേ ഉള്ളൂ, ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ. എന്നിട്ട് പോലും താൻ സന്യാസിയാണെന്ന് അംഗീകരിക്കാൻ വസിഷ്ഠന് കഴിയാതെ പോയി എന്ന് ഇന്ത്യയിൽ ബലം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണവൽക്കരണത്തിനെതിരെ നർമ്മത്തിലൂടെ ശ്രീനാരായണ ഗുരു ഒരു കാര്യം പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ കൃതികളെ അടക്കം പാഠവിമർശനത്തിൻ്റെ സൂചനകൾ ഉപയോഗിച്ചു പോലും വിമർശനാത്മകമായി വായിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ബോധത്തെ നിലനിർത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ശ്രീരാമനെയും രാമനെയും വാൽമീകിയെയും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു ഉദ്യമം എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അസീസ് മാഷിൻ്റെ അടുത്തിരുന്നാണ് ഇത് പറയുന്നത് എന്നുള്ളത് അഭിമാനകരമായി ഞാൻ കാണുകയും ചെയ്യുകയാണ്. അതിനോട് ഒന്ന് ചേർത്ത് ഒരു കാര്യം പറയാം. പള്ളത്ത് രാമൻ എന്ന മഹാൻ ഒരു രാവണായനം എഴുതാനുള്ള ശ്രമം നടത്തിയപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നുണ്ട്, ഇതൊക്കെ നല്ലത് തന്നെ, ഒരു കൗണ്ടർ നരേഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ എഴുതുന്നതല്ല, അതൊരു വേറെ ടെക്സ്റ്റായിട്ട് നിൽക്കും. പക്ഷെ കൂടുതൽ ഗ്രേറ്റ് നമ്മുടെ ആശാൻ എഴുതിയ സീതാകാവ്യമാണെന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കയറി ഇടപെടുന്ന രീതി. എനിക്ക് തോന്നുന്നത് കൗണ്ടർ നരേഷനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇത്ര നേരം സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ആസാം തൊട്ട് കേരളം വരെ നമുക്ക് നിരവധി കൗണ്ടർ നരേഷൻസ് രാമായണങ്ങളുണ്ട്. ഈ ഒരൊറ്റ ടെക്സ്റ്റ് അല്ല, അതിനെ ചോദ്യം ചെയ്യുന്ന അനവധി ടെക്സ്റ്റുകൾ. ആ ടെക്സ്റ്റുകളെ വീണ്ടെടുക്കുക, അതുകൂടി നമ്മുടെ സംവാദ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ബദലായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഞാൻ കാണുന്നത്. ഇനിയുള്ള കാലത്ത്, ഇനി വരും കാലം നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം ഇത് തന്നെയായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ഈ സെമിനാറിനെ കാണുന്നത്.